ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് എബിൻ മാത്യു എന്നാണ്. ഞാൻ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ചില സ്ഥാപനങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. UGC നെറ്റിൻ്റെ ക്ലാസ് ഒരു 6-7 വർഷമായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ സിവിൽ സർവീസിനെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് UGC നെറ്റ് ആസ്പിരൻസിന് വേണ്ടി ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ദീക്ഷയുടെ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഇന്ന് 2 ചെറിയ ടോപ്പിക്കുകൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സ്ലൈഡുകളാണ് ഞാനത് പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതിലൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പ്രത്യേകം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്ലൈഡുകൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നെറ്റ്വർക്ക് കറക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വോയിസ് ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊരു 1 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കത് റെഡിയാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത്. ഓക്കെ, അപ്പം ഹജാജ് എന്ന് പറയുന്ന ഗവർണറുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഹജാജ് ഉടനെ എന്ത് ചെയ്തു? അന്നത്തെ ഖലീഫയായിരുന്ന വാലിദിന്റെ ഇന്ന് ഒരു പെർമിഷൻ മേടിച്ചു. എന്തിനു വേണ്ടി? സിന്ധിനെ ആക്രമിക്കുന്നതിന് വേണ്ടി. അങ്ങനെ അദ്ദേഹം 2 ആക്രമണങ്ങൾ സിന്ധിൽ നടത്തി. ഒന്ന് ഉബൈദുള്ള എന്ന് പറയുന്ന ഒരു മിലിറ്ററി ജനറലിന്റെ കീഴിലും മറ്റൊന്ന് ബുദൈൽ എന്ന് പറയുന്ന മറ്റൊരു ജനറലിന്റെ കീഴിലും. എന്നാൽ ഈ 2 ആക്രമണങ്ങളെയും ശക്തമായി എതിർത്ത് തോൽപ്പിക്കാനായിട്ട് ദാഹിർ എന്ന് പറയുന്ന ഹിന്ദു രാജാവിന് സാധിച്ചു. രജപുത്ത് രാജാവാണ്. ഓക്കെ, യെസ്. എന്നാൽ ഈ 2 പരാജയങ്ങളിൽ ഭയങ്കരമായ ഒരു നാണക്കേട് ആർക്ക് തോന്നി? ഖലീഫയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്ന ഹജ്ജാജിനും. യെസ്, അദ്ദേഹം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കുന്നു. ഉടൻ തന്നെ മറ്റൊരു ആക്രമണം കൂടെ സിന്ധിൽ നടത്തുവാനായിട്ട് തീരുമാനിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഹജാജ് അദ്ദേഹത്തിന്റെ കസിൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുമകനുമായിരുന്ന മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന വളരെ ശക്തനായ ചെറുപ്പക്കാരനായിട്ടുള്ള ആക്രമണകാരിയെ മിലിറ്ററി ജനറലിനെ അദ്ദേഹം എങ്ങോട്ട് അയക്കുന്നത്? സിന്ധിലേക്ക് അയക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മുഹമ്മദ് ബിൻ കാസിം അദ്ദേഹം സിന്ധ് ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 17 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെസ്, അപ്പോൾ അദ്ദേഹം വലിയൊരു ആർമിയുമായിട്ട് അദ്ദേഹം എന്താണ് ഷിപ്പുകളിലാണ് എവിടെ വരുന്നത്? സിന്ധിന്റെ തീരത്ത് എത്തുന്നത്. അതൊക്കെ വളരെ ശരിക്കും നമ്മൾ ഹിസ്റ്ററിയിൽ വായിക്കേണ്ടതായിട്ടുള്ളൊരു ഭാഗമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതായത് ഇദ്ദേഹം വരുന്നത് വളരെയധികം ചെറിയ കപ്പലുകളിൽ ആണ് ഇദ്ദേഹം വരുന്നത്. വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഈ ഒരു തീരത്ത്, സിന്ധിന്റെ തീരത്ത് ഇഷ്ടംപോലെ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. അപ്പൊ ഈ ദ്വീപുകളിൽ എന്ത് ചെയ്തു? അദ്ദേഹം വന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെയധികം മിലിറ്ററി എക്യുപ്മെന്റ്സുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. പ്രത്യേകിച്ച് കറ്റാപുൾട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ആ കാലഘട്ടങ്ങളിൽ, മിഡീവൽ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകം ഒരു ആയുധം ഉണ്ടായിരുന്നു. അതായത് വലിയ നീളമുള്ള മരക്കഷ്ണങ്ങൾ, അല്ലെങ്കിൽ ഈ മരക്കഷ്ണങ്ങളുടെ അറ്റത്ത് അതിങ്ങനെ മരക്കഷ്ണം നാട്ടി വെച്ചതിന്റെ അറ്റത്ത് ഒരു സഞ്ചി പോലെ ഒരു ഭാഗം ഉണ്ടാവും. ആ സഞ്ചിക്കകത്ത് എന്ത് ചെയ്യും? വലിയ കല്ലുകൾ വെക്കുന്നു. ഈ കല്ലുകളിൽ എന്ത് ചെയ്യുന്നു? കോട്ടൺ ചുറ്റി അതിനകത്ത് നാഫ്ത തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന നാഫ്ത ആദ്യമായിട്ട്, അതുപോലെ തന്നെ കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് ഇദ്ദേഹത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ ഇത് ഒഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം തീ കൊളുത്തി ദാഹിറിന്റെ വലിയ കോട്ടകൾ കടൽ തീരത്തുണ്ടായിരുന്നു സിന്ധില്. ആ കോട്ടകൾക്ക് നേരെ ഉപയോഗിച്ചു. യെസ്, അങ്ങനെ വ്യത്യസ്തമായ പല രീതിയിലുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ അദ്ദേഹം ഈ ദീപാൾ എന്ന് പറയുന്ന തുറമുഖത്ത് അദ്ദേഹം ആക്രമണം നടത്തുന്നു. ദീപാളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള നിറുൺ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അദ്ദേഹം വരുന്നു. നിറുൺ ഇന്നത്തെ പാകിസ്ഥാനിലെ സ്ഥലമാണ്. ഈ നിറുണിലെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചാച്ചിനാമയിൽ പറയുന്ന പ്രകാരം നിറുണിൽ ഇഷ്ടം പോലെ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ
ഇവിടുന്ന് ഈ ദാഹിറിന് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹിർ നമ്മൾ പറഞ്ഞ അദ്ദേഹം ഒരു രജപുത്ത് രാജാവായിരുന്നു. അദ്ദേഹത്തിന് ബുദ്ധിസ്റ്റുകളോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ബുദ്ധിസ്റ്റുകളിൽ നിന്ന് വലിയ ടാക്സ് ചുമത്തി. ഈ ടാക്സ് ചുമത്തിയതിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ആക്രമണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ദാഹിറിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ ദേ സപ്പോർട്ടഡ് മുഹമ്മദ് ബിൻ കാസിം. യെസ്. അപ്പം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രാവശ്യം നെറ്റിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് ഈ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ, നിറുൺ എന്ന് പറയുന്ന സ്ഥലത്തെ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ സിന്ധില് മിഡീവൽ കാലഘട്ടങ്ങളിൽ ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ നന്നായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പേര് ഏതായിരുന്നു എന്നാണ് ചോദിച്ചത്. അത് ചാച്ച് നാമയായിരുന്നു. ചാച്ച് നാമയിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യുന്നത്, റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റണം. അപ്പൊ നിറുൺ ക്യാപ്ചർ ചെയ്തു പെട്ടെന്ന് തന്നെ. അതിനുശേഷം മുഹമ്മദ് ബിൻ കാസിം തൊട്ടടുത്ത സ്ഥലത്തേക്ക് പ്രൊസീഡ് ചെയ്തു, അങ്ങോട്ട് ബ്രാഹ്മണാബാദിലേക്ക്. അത് സിന്ധിനോട് ചേർന്നിട്ടുള്ള സിന്ധിലുള്ള ഒരു പ്രത്യേക പ്രദേശമാണ്. അങ്ങനെ അദ്ദേഹം ഇൻഡസ് നദി ക്രോസ് ചെയ്യുന്നു. ഇൻഡസ് നദി ക്രോസ് ചെയ്ത് അദ്ദേഹം ദാഹിറിന്റെ ക്യാപിറ്റലിനോട് അടുത്ത് വന്നു. ഏകദേശം ദാഹിർ ഈ സമയത്ത് 50,000 വരുന്ന വലിയൊരു സൈന്യത്തോടു കൂടി മുഹമ്മദ് ബിൻ കാസിമിനെ എതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് അദ്ദേഹം തയ്യാറായി വന്നു. അങ്ങനെ ബ്രാഹ്മണാബാദിന് അടുത്തുള്ള അറാവർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രണ്ട് ആർമികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതിശക്തമായ യുദ്ധമാണ് നടന്നത്. ഇവിടെ ദാഹിർ അദ്ദേഹത്തിന്റെ എലിഫന്റിന്റെ മുകളിൽ ആനപ്പുറത്താണ് വന്നത്. ആദ്യത്തെ യുദ്ധത്തിന്റെ ആദ്യ സമയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ദാഹിറിന് അനുകൂലമായ രീതിയിലായിരുന്നു യുദ്ധം മുമ്പോട്ട് നീങ്ങിയത്. എന്നാൽ ഇവിടെ ഈ മുഹമ്മദ് ബിൻ കാസിം വളരെ യുദ്ധതന്ത്രജ്ഞനായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു തെളിവായിരുന്നു ഇദ്ദേഹത്തിന്റെ ആർമിമെന്റ്സ് ദേ അറ്റാക്ക് ദ എലിഫന്റ്. ഈ എലിഫന്റിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ എലിഫന്റിന്റെ മേളിലേക്ക് എന്ത് ചെയ്തു, ഇവരെ തീ കത്തിച്ചെറിഞ്ഞു. അങ്ങനെ ഈ എലിഫന്റ് എന്ത് ചെയ്തു, യുദ്ധം നടക്കുന്ന ഫീൽഡിൽ നിന്ന് നദിയിലേക്ക് ഓടി, ഇൻഡസ് നദിയിലേക്ക് ഓടിയ വഴിക്ക് എന്ത് ചെയ്തു, അതിന്റെ മേളിൽ ആരും ഉണ്ടായിരുന്നു, യെസ്, ദാഹിറും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തേക്ക് യുദ്ധ ഫീൽഡിൽ ആരില്ലായിരുന്നു, ദാഹിറും ഇല്ലായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഒരു കുതിരപ്പുറത്ത് തിരിച്ച് മടങ്ങിയെത്തിയപ്പോഴത്തേക്കും യുദ്ധം നന്നായിട്ട് നടക്കുന്നുണ്ട്. എന്നിരുന്നാലും അതേ സമയത്ത് ഒരു അമ്പ് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ വന്ന് പതിക്കുകയും എന്ത് ചെയ്തു, യെസ്, ഇദ്ദേഹം കുതിരപ്പുറത്ത് വന്ന് താഴ്ത്ത് വീണു. അങ്ങനെ ശരിക്കും അദ്ദേഹം മരിക്കുന്നില്ല ആ സമയത്ത്. അദ്ദേഹം എന്ത് ചെയ്തു, ബോധരഹിതനായി വീണാണ്. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികർ എന്ത് ചിന്തിച്ചു, ഇദ്ദേഹം മരിച്ചു കാണും എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, യുദ്ധം നേരെ തിരിഞ്ഞു. ആർക്ക് അനുകൂലമായി മാറുന്നു, യെസ്, മുഹമ്മദ് ബിൻ കാസിമിന് അനുകൂലമായി തീരുന്നു. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു കഥയായിട്ട് നമ്മൾ പറയുന്നതിന്റെ കാര്യം ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. യെസ്, അപ്പം ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ യുദ്ധത്തില് മുഹമ്മദ് ബിൻ കാസിം പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ട്. നെറുൺ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ അതിനുശേഷം ബ്രാഹ്മണാബാദ് വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇൻഡസ് നദി ക്രോസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ബാറ്റിൽ ഓഫ് റാവർ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം നടക്കുന്നത്, ഇതിന്റെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. യെസ്, ഈ യുദ്ധത്തെ തുടർന്നുണ്ടായ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നോക്കാം എന്തായിരുന്നു സംഭവിച്ചത്. ദാഹിർ യുദ്ധഫീൽഡിൽ മരണപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ജയ്സിംഗ് ഉണ്ടായിരുന്നു. ജയ്സിംഗിന്റെ കീഴിൽ യുദ്ധം മുമ്പോട്ട് പോയി. എന്നിരുന്നാലും യുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള വിജയം മുഹമ്മദ് ബിൻ കാസിമിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. യുദ്ധത്തെ തുടർന്ന് അദ്ദേഹം എന്താണ് ചെയ്തത്, റാണി ബായ് എന്ന് പറയുന്ന ദാഹിറിന്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായിരുന്നു. ഇവര് വളരെ ശക്തമായിട്ട് കോട്ടയ്ക്കുള്ളിൽ, അതായത് ദാഹിറിന് ഇഷ്ടം പോലെ കോട്ടകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ബ്രാഹ്മണാബാദിലുണ്ടായിരുന്ന കോട്ടയില്, അല്ലെങ്കിൽ ബ്രാഹ്മണാബാദിനടുത്തുള്ള അലോർ എന്ന് പറയുന്നതായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. കറക്റ്റായിട്ട് നമ്മൾ എക്സാക്ട് സ്പോട്ട് പറയുകയാണെങ്കിൽ അലോർ എന്ന് പറയുന്നതാണ് ഈ ദാഹിറിന്റെ ക്യാപിറ്റൽ. യെസ്, അലോറിൽ ഇവർ എന്ത് ചെയ്തു, വളരെ ശക്തമായിട്ട് അവരുടെ കോട്ടയില്
ഈ മുഹമ്മദൻ സൈന്യത്തെ നേരിട്ടെങ്കിലും ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഡിഫൻസ് എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ റാണി ബായിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളും വലിയൊരു ചിത ഒരുക്കുകയും ആ ചിതയിൽ ചാടി മരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ജൗഹർ എന്നാണ് അറിയപ്പെട്ടത്. യെസ്, മിഡീവൽ ഇന്ത്യയിലെ ഫസ്റ്റ് ജൗഹർ ആയിരുന്നു ആര് നടത്തിയത്? ദാഹിറിന്റെ ഭാര്യയായിരുന്ന റാണി ബായി നടത്തിയത്. യെസ് യെസ്. അപ്പൊ അങ്ങനെ ആ ജൗഹർ നടന്നു. ഇതിന് ശേഷവും ജയ്സിംഗ് എന്നറിയപ്പെടുന്ന ദാഹിറിന്റെ മകന്റെ കീഴിൽ ശക്തമായിട്ട് യുദ്ധം മുമ്പോട്ട് പോയി. എന്നിരുന്നാലും പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ബ്രാഹ്മണവാദിയിൽ നിന്ന് ഓടിപ്പോകേണ്ട, ചിറ്റൂരിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വന്നു. യെസ്, ഇതേ സമയത്ത് തന്നെ ദാഹിറിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവരുടെ പേരായിരുന്നു റാണി ലാഡി എന്നായിരുന്നു അവരുടെ പേര്, റാണി ലാഡി. അതുപോലെ തന്നെ ഇവരിൽ രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ആരായിരുന്നു അവരൊക്കെ? സൂര്യദേവിയും അതുപോലെ തന്നെ പർമാൽ ദേവി. ഇവര് 3 പേരെയും മുഹമ്മദ് കാസിം പിടിച്ചെടുത്തു. റാണി ലാഡിയെ മുഹമ്മദ് കാസിം എന്ത് ചെയ്തു? വിവാഹം ചെയ്തു. അതിനുശേഷം ദാഹിറിന്റെ 2 പെൺമക്കളെ എന്ത് ചെയ്തു? എങ്ങോട്ട് അയച്ചു കൊടുത്തു? യെസ്, ഖലീഫയ്ക്ക് കാഴ്ചയായിട്ട് അയച്ചു കൊടുത്തു. യെസ്, അങ്ങനെ യുദ്ധത്തിന്റെ ഒരു സമയം കഴിയുകയാണ്. എന്നാൽ ഈ ഖലീഫയ്ക്ക് അയച്ചു കൊടുത്ത 2 പെൺകുട്ടികൾ അവര് തങ്ങളുടെ അപ്പനോടും രാജ്യത്തോടും ചെയ്ത ഈ കൊടും ക്രൂരതയ്ക്ക് ഒരു പകരം വീട്ടുമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പോയത് എന്നാണ് ചാച്ച്നാമയിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു കഥയുണ്ട്. കാരണം ഈ യുദ്ധം നടന്നതിന് ശേഷം 2 വർഷങ്ങൾ മാത്രമേ മുഹമ്മദ് ബിൻ കാസിമിന് ഇന്ത്യയിൽ തുടരുവാനായിട്ട് പറ്റിയുള്ളൂ. കാരണം 2-3 കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറഞ്ഞു, അദ്ദേഹം ഇന്ത്യ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സേ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം 2 വർഷങ്ങൾ കൂടെ ഇന്ത്യയിൽ തുടർന്നു. മുഹമ്മദ് ബിൻ കാസിം ദാഹിറിന്റെ 2 പെൺമക്കളെ ഖലീഫയ്ക്ക് അയച്ചു കൊടുത്തു. എന്നാൽ ഖലീഫയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 2 പെൺകുട്ടികൾ, അതായത് സൂര്യദേവിയും പർമാൽ ദേവിയും, ഇവര് കംപ്ലൈന്റ് ചെയ്തു. ആരെപ്പറ്റി? മുഹമ്മദ് ബിൻ കാസിമിനെ പറ്റി. എന്തായിരുന്നു അവരുടെ കംപ്ലൈന്റ്? യെസ്, അതായത് ഖലീഫയ്ക്ക് അയച്ചു കൊടുക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? മുഹമ്മദ് ബിൻ കാസിം ഇവരോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളൊരു കുറ്റം മുഹമ്മദ് ബിൻ കാസിമിന്റെ മേൽ ആരോപിക്കുകയും ഖലീഫ ഇതറിഞ്ഞ് കോപാകുലനായും ഉടൻ തന്നെ മുഹമ്മദ് ബിൻ കാസിമിനെ ഇന്ത്യയിൽ നിന്ന്, സിന്ധിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ശക്തമായ ശിക്ഷ വിധിക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ 2 കാളകളിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 സ്ഥലത്തേക്ക് വലിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മരിച്ചു എന്നാണ് 20ാമത്തെ വയസ്സിൽ 715 AD അദ്ദേഹം മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ പെൺകുട്ടികൾ ഖലീഫയോട് സത്യം പറയുകയും ഇതറിഞ്ഞ് ഖലീഫ വളരെ ദുഃഖാകുലനാകുകയും ഉടൻ തന്നെ അദ്ദേഹവും മരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. യെസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് ആ കഥകളിലേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഫാക്റ്റ് ആണ് വേണ്ടത്. അതുപോലെ നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരേ ഒരു സോഴ്സ് ചാച്ച്നാമയാണ്. യെസ്, അപ്പൊ ഈ ചാച്ച്നാമയിൽ പറയുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. യെസ്, അതാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു സ്റ്റോറി എന്നുള്ള കാര്യം നോക്കുക. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പല പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. യെസ്, കഥകളാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി എപ്പോഴും പഠിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളത് കഥകളിലൂടെയാണ്. യെസ്, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അറബ് അഡ്മിനിസ്ട്രേഷനാണ്. ഈ അറബ് അഡ്മിനിസ്ട്രേഷന് എന്തായിരുന്നു പ്രത്യേകത എന്ന് നോക്കാം. ഇസ്ലാമിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പലപ്പോഴായിട്ടും പറയാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും അത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ വാലിദ് എന്ന് പറയുന്ന ഖലീഫ മരിച്ചു. അതായത് മുഹമ്മദ് ബിൻ കാസിമിന് ശേഷം വന്ന വാലിദ് എന്ന് പറയുന്ന
അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ കാസിമിന്റെ കണ്ടംപററി ആയിരുന്ന വാലിദ് എന്ന് അറിയപ്പെടുന്ന ഖലീഫ മരിച്ചു. അതിനുശേഷം വന്ന ഖലീഫമാർക്ക് ഇവിടെ ഇന്ത്യയിൽ സിന്ധില് ഒരു ഭരണം നിലനിർത്തി പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. യെസ്, എന്നിരുന്നാലും ഒരു പരിധി വരെ ഏകദേശം 50 വർഷക്കാലം അവരുടെ ഭരണം പല രീതിയിൽ തുടർന്ന് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് വ്യക്തമായ തെളിവുകളൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു, ഇവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റ് റിലീജിയൻസിനോടുള്ള ഇവരുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. നോക്കിയേ, ഇവിടെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ടാലന്റിനെ അവർ യൂസ് ചെയ്തു. അതായത് ഇന്ത്യയിൽ തന്നെ സിന്ധിൽ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് കാര്യപ്രാപ്തിയുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, അറബ് അഡ്മിനിസ്ട്രേഷനിൽ അവർ യൂസ് ചെയ്തു. അപ്പൊ ലോക്കൽ ആയിട്ടുള്ള പീപ്പിളിനെ അവരെന്ത് ചെയ്തു, അഡ്മിനിസ്ട്രേഷന് വേണ്ടി യൂസ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, ഇവരുടെ ആക്രമണ സമയത്ത് ഇവര് വളരെയധികം ടെമ്പിൾസ് ഒക്കെ നശിപ്പിച്ചുവെങ്കിലും ഇവരെന്ത് ചെയ്തു, ഇവരുടെ അഡ്മിനിസ്ട്രേഷനിൽ ഇവർ വളരെ ടോളറന്റ് ആയിരുന്നു, റിലീജിയസ്ലി വളരെ ടോളറന്റ് ആയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇവരൊരിക്കലും ഇവിടെ ഫോഴ്സിബിൾ കൺവേർഷൻ നടത്താനൊന്നും ഇവർ ആഗ്രഹിച്ചിരുന്നില്ല, അത് ചെയ്തുമില്ല. മുഹമ്മദ് ബിൻ കാസിം ആണെങ്കിലും ആക്രമണ സമയത്ത് വളരെയധികം ഹിന്ദുക്കളെ യുദ്ധസമയത്ത് കൊന്നുവെങ്കിലും അതിനുശേഷം വന്ന അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ഫോഴ്സിബിൾ ആയിട്ടുള്ള റിലീജിയസ് കൺവേർഷൻ നടത്താനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അട്രോസിറ്റീസ് നടത്താനോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. കൂടാതെ ചില ടെമ്പിൾസ് ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള പണം വരെ നൽകിയെന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. യെസ്. ഇനി എന്നാൽ 3 പ്രധാനപ്പെട്ട ടാക്സുകൾ അവരിവിടെ ഇമ്പോസ് ചെയ്തിരുന്നു. അതായത് ഇസ്ലാമിക് ടാക്സുകൾ എന്തായിരുന്നു? ഒന്ന് ഖരാജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലാൻഡ് ടാക്സ് ആണ്. പിന്നെ ഉള്ളത് ജസ്യ എന്ന് പറയുന്നത് എന്താണ്? പോൾ ടാക്സ് ആണ് അല്ലെ, നോൺ മുസ്ലിംസിന്റെ മേളിൽ ചുമത്തുന്ന. സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിന്റെ കയ്യിൽ തന്നെ ഈടാക്കുന്നതാണ് അല്ലെ. അവർക്ക് കിട്ടുന്ന ഒരു വർഷത്തെ വരുമാനത്തിന്റെ 2.5% അവരെന്ത് ചെയ്യണം, ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് സക്കാത്തിൽ ഉള്ള നിയമം. യെസ്. അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന കാലഘട്ടം അറബികളുടെ അഡ്മിനിസ്ട്രേഷന്റെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബ്സ് ദേ ലേൺഡ് മാത്തമാറ്റിക്സ്, ഫിലോസഫി ആൻഡ് ആയുർവേദ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് അവരിത് എന്ത് ചെയ്തു, പഠിക്കുക മാത്രമല്ല ചെയ്ത് ഇതെന്ത് ചെയ്തു, അവർ സ്പ്രെഡ് ഇറ്റ് ഇൻ യൂറോപ്പ്. കാരണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതൊരു വേൾഡ് കോണ്ടെക്സ്റ്റിലൂടെ നമ്മൾ നോക്കി പോകേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയുമായിട്ട് ട്രേഡ് റിലേഷൻ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ട്രേഡ് റിലേഷൻ നിലനിൽക്കുമ്പോൾ തന്നെ അറബ്സിന് എങ്ങോട്ടുമുണ്ട്, യൂറോപ്പുമായിട്ടും ട്രേഡ് റിലേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രേഡ് റിലേഷന്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്നത്, യൂറോപ്പിൽ നിന്ന് പല കാര്യങ്ങളും ഇന്ത്യയിലേക്ക് വരുന്നത്. കാരണം ഇവിടെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യന്റ് ഇന്ത്യയുടെ അവസാന ഭാഗമാകുമ്പോഴത്തേക്കും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് എക്കോണമി ആയി മാറുന്നുണ്ട്. അപ്പൊ ആ ക്ലോസ്ഡ് എക്കോണമി പിന്നീട് ഒരു ഓപ്പൺ എക്കോണമി ആയി മാറുന്നത്, മിഡീവൽ കാലഘട്ടത്തിൽ ഒരു ഓപ്പൺ എക്കോണമിയായി മാറാൻ തുടങ്ങുന്ന സമയം അറബികളുടെ ഒരു ട്രേഡ് റിലേഷന്റെ ഭാഗമായിട്ടായിരുന്നു. യെസ്. ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഗുപ്ത പീരീഡിലൊക്കെ പഠിക്കുന്ന ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റം നമ്മൾ കാണുന്നത്. എന്നാൽ ഫ്യൂഡൽ സിസ്റ്റത്തിന് ഒരു പരിധി വരെ ഇന്ത്യ മാറി ഇന്ത്യ ഒരു ഓപ്പൺ എക്കോണമിയായി മാറുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ ഒരു ഏർലി മിഡീവൽ കാലഘട്ടം. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പ്രവർത്തിക്കുന്ന അറബികളാണ്. യെസ്. ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്തുകൊണ്ട് അറബികൾ ഇന്ത്യയിൽ ഒരു പരാജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. യെസ്. ഇവിടെ നോക്കിയേ, നമ്മൾ ഹജാജിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. അതായത് വാലിദിന്റെ കീഴിൽ ഇറാഖിൽ ഉണ്ടായിരുന്ന ഗവർണർ ആയിരുന്നു ആര്, ഹജാജ്. അപ്പൊ ഹജാജ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹജാജ് പിന്നീട് മരിച്ചു. അതായത് മുഹമ്മദ് ബിൻ കാസിമിന് ശേഷം അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ അദ്ദേഹവും ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ ഹജാജിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം, അതായത് സിന്ധിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തിന് മൻസുര എന്നുള്ളൊരു പേര് വന്നിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം നെറ്റിന്
ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. യെസ്, അതായത് ഹജാജിന്റെ മുഴുവൻ പേര് മൻസുബിൻ അൽ ഹജാജ് എന്നായിരുന്നു. അപ്പം ഹജാജിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സിന്ധിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്തിന് മൻസുര എന്നുള്ളൊരു പേര് അറബ്സ് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇതൊക്കെയായിരുന്നു അറബ് അഡ്മിനിസ്ട്രേഷന്റെ പ്രത്യേകതകൾ. എന്നാൽ ഈ അറബ് അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. എന്തായിരുന്നു അതിനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, സിന്ധ് എന്ന് പറയുന്ന ഒരു റീജിയനിൽ നിന്ന് അധികമായിട്ട് അറബ്സിന് പോകാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വാലിദ് എന്ന് പറയുന്ന ഖലീഫയ്ക്ക് ശേഷം വന്ന ഖലീഫമാർ ആരും തന്നെ ഇന്ത്യയിലെ ഒരു അഡ്മിനിസ്ട്രേഷൻ നിലനിർത്തുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യയില് മറ്റ് ആക്രമണങ്ങൾ നടത്തുന്നതിന് ഇവർക്ക് താല്പര്യമില്ലായിരുന്നു. യെസ്, കൂടാതെ ഈ സമയത്ത് ഏർലി മിഡീവൽ ഇന്ത്യൻ കാലഘട്ടത്തിൽ പല റീജിയണൽ പവേഴ്സ് എമർജ് ചെയ്തു വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില റീജിയണൽ പവേഴ്സിന്റെ കാര്യമാണ് നമ്മൾ താഴെ പറയുന്നത്. ഏതായിരുന്നു? നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ കാശ്മീരിൽ ലളിതാദിത്യ മുക്തപീഡ എന്ന് പറയുന്ന ശക്തനായ രാജാവ് ഈ കാലഘട്ടത്തിൽ എമർജ് ചെയ്തു. ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ്. അദ്ദേഹമാണ് കാശ്മീരിലെ സൺ ടെമ്പിളൊക്കെ നിർമ്മിക്കുന്നത്. അത് നമ്മുടെ ഏർലി മിഡീവൽ ഇന്ത്യൻ ഡൈനാസ്റ്റീസിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. യെസ്, അതുപോലെ രാജസ്ഥാനിലേക്ക് വരുവാണെങ്കിൽ പ്രതിഹാര റൂളേഴ്സ്, പ്രത്യേകിച്ചും നാഗപട്ടയും മിഹിർ ഭോജനും ഈ കാലഘട്ടത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു ഇന്ത്യയിൽ. അതുപോലെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ രാഷ്ട്രകൂട രാജാവായിട്ടുള്ള ധ്രുവ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അറബ്സിനെ വളരെ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത രാജാക്കന്മാരായിരുന്നു. യെസ്, അതുകൊണ്ട് തന്നെ അറബ്സിന് ഇന്ത്യയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യയിലേക്കോ സൗത്ത് ഇന്ത്യയിലേക്കോ കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. യെസ്, ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരുവാണെങ്കിൽ, ഈ നമ്മൾ പറഞ്ഞ ഈ ഖലീഫ എന്ന് പറയുന്ന വാലിദൊക്കെ ഉൾപ്പെട്ടിരുന്ന ഡൈനാസ്റ്റി, സെൻട്രൽ ഏഷ്യയിൽ അവർ ഉൾപ്പെട്ടിരുന്ന ഡൈനാസ്റ്റി ഉമയാദ് ഡൈനാസ്റ്റി ആയിരുന്നു. എന്നാൽ 750 AD ഈ ഉമയാദ് ഡൈനാസ്റ്റിയെ അബ്ബാസിദുകൾ എന്ത് ചെയ്തു? ഓവർത്രോ ചെയ്തു. അങ്ങനെ അബ്ബാസിദുകൾ എന്ത് ചെയ്തു? അധികാരത്തിൽ വരുന്നു. അബ്ബാസിദുകൾക്ക് ഇന്ത്യയിൽ അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കൂടാതെ അബ്ബാസിദ് ഗവർണറായിരുന്ന ഹിഷാം, അദ്ദേഹം ചില റെയ്ഡുകളൊക്കെ ഗുജറാത്ത്, കാശ്മീർ ഏരിയയിലൊക്കെ നടത്തിയെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഒന്നും നിലനിർത്താനായിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഈ പ്രദേശങ്ങൾ അവരുടെ കീഴിൽ കൊണ്ടുവരാനായിട്ടോ ഒന്നും താല്പര്യപ്പെട്ടിരുന്നില്ലായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, അറബ് ഇൻവേഷൻ അതിന് ശേഷം വന്ന അറബ് അഡ്മിനിസ്ട്രേഷൻ ഏകദേശം ഒരു 50 വർഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്തു? ഇല്ലാതായിത്തീരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. യെസ്, ഇതാണ് നമുക്ക് അറബ് ഇൻവേഷൻ ഓഫ് സിന്ധ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം വളരെ രക്തം ചുരുക്കമായിട്ട് ഒരു കഥയുടെ രൂപത്തിലാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത്. ഇതിനകത്ത് നമ്മൾ കഥ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇതിനകത്ത് വളരെയധികം കൺസെപ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഫാക്റ്റുകളുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഫാക്റ്റുകളായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു. പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പം അങ്ങനെ പഠിച്ചാൽ പോരെ, നമ്മൾ കുറച്ച് കൺസെപ്റ്റ് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതുപോലൊരു മെറ്റീരിയലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി മിഡീവൽ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റൊരു ടോപ്പിക്കും കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യുക. ഞാൻ അടുത്ത ഡോക്യുമെന്റ് ഒന്ന് എടുക്കുന്ന പോലെ. ഓക്കെ.
ഇതിന്റെ നമുക്ക് PPT ഞാൻ റെഡിയാക്കിയിരുന്നു, പക്ഷേ നമുക്ക് PPT അപ്ലോഡ് ആയി വരാനായിട്ടുള്ള സമയം എടുക്കുന്ന കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു വേർഡ് ഡോക്യുമെന്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത്. യെസ്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇത് നമ്മൾ മുഗൾ പീരീഡ് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അക്ബറുടെ കാലഘട്ടത്തിലെ അക്ബറുടെ റിലീജിയസ് പോളിസിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കി പോകുന്നത്. യെസ്, പലപ്പോഴും നമ്മൾ ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും. പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതായത് രാജാക്കന്മാരെ പറ്റിയുള്ള ചരിത്രം, അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ എല്ലാം നമ്മൾ പഠിക്കും. പക്ഷെ റിലീജിയസ് പോളിസി ഒരു പക്ഷേ നമ്മൾ ചെറിയ ഭാഗമായിട്ടോ എല്ലാം ഒതുക്കുന്ന ഒരു ഭാഗമാണ്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ റിലീജിയസ് പോളിസി, പ്രത്യേകിച്ചും അക്ബറുടെ റിലീജിയസ് പോളിസി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. അപ്പം പ്രത്യേകിച്ചും മോഡേൺ ഇന്ത്യയുടെ സെക്കുലർ റിലീജിയസ് പോളിസി ഫോം ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആളാണ് മിഡീവൽ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്ന അക്ബർ എന്ന് പറയുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു രാജാവ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ? യെസ്. അപ്പം എന്തായിരുന്നു അക്ബറുടെ റിലീജിയസ് പോളിസി? എന്തൊക്കെ കാര്യങ്ങളാണ് അക്ബറിനെ ഈ ഒരു റിലീജിയസ് പോളിസി ഫ്രെയിം ചെയ്യുന്നതിന് അദ്ദേഹത്തെ സ്വാധീനിച്ച കാര്യങ്ങൾ? യെസ്, പിന്നീട് അക്ബർ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസി ഫോളോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഇതിനു വേണ്ടി സ്വീകരിച്ചത്? യെസ്, അക്ബറുടെ പുതിയ വേ ഓഫ് ലൈഫ്, അല്ലെ, ദിൻ ഇലാഹി എന്ന് പറയുന്ന അക്ബറുടെ പുതിയ വേ ഓഫ് ലൈഫിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്? യെസ്, എവിടെ നിന്നൊക്കെയായിരുന്നു അക്ബറിന് ഈ ഒരു റിലീജിയസ് പോളിസി മുമ്പോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ്, അപ്പോൾ അക്ബറിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. യെസ്, അക്ബർ എന്ന് പറയുന്ന അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചക്രവർത്തി, അദ്ദേഹം നിരക്ഷരനായിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു, അല്ലെ? ഉമ്മി, UMMI, ഉമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലിറ്ററേറ്റ് എന്ന്. യെസ്, അദ്ദേഹം ഇല്ലിറ്ററേറ്റ് ആയിരുന്നുവെങ്കിലും ഏറ്റവും നല്ല കാര്യങ്ങളെ കാണുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടാതെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ഒരു സ്വഭാവം കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസി ഫോം ചെയ്യുന്നതിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചത്? ആരൊക്കെയായിരുന്നു? യെസ്, അതായത് സ്വരാഷ്ട്രീയം റിലീജിയൻ, അതുപോലെ തന്നെ സൂഫികള്, ജെയിൻ വിഭാഗക്കാര്, ഹിന്ദു റിലീജിയൻ, അല്ലെ, അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാര്, ഇവരൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ച ആൾക്കാരായിരുന്നു. പ്ലസ് സഫാവിഡ് ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന പലരും അദ്ദേഹം, അല്ലെങ്കിൽ സഫാവിഡ്സ് ഫോളോ ചെയ്തിരുന്ന റിലീജിയസ് സിസ്റ്റം വളരെയധികം അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. യെസ്, എന്നാൽ ഈ കൂട്ടത്തിൽ ഉൾപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട ഒന്നുണ്ടായിരുന്നു, അത് ബുദ്ധിസമായിരുന്നു. യെസ്, ബുദ്ധിസ്റ്റ് ഫിലോസഫി അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഔട്ട്ലുക്ക് ഫോം ചെയ്യുന്നതിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നില്ലായിരുന്നെങ്കിലും ആർക്കിടെക്ചറിലായിരുന്നു ബുദ്ധിസം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചത്. അത് നമുക്ക് അതിൻ്റെ തെളിവുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഫത്തേപൂർ സിക്രിയിൽ നമ്മൾ അതിൻ്റെ ആർക്കിടെക്ചർ, അതിനകത്ത് പെയിന്റിങ്സ് എല്ലാം നോക്കുമ്പോൾ ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം തീംസ് അദ്ദേഹം അതിനകത്ത് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസി ഫോം ചെയ്യുന്നതിൽ ബുദ്ധിസം ഒരു പങ്ക് വഹിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, യെസ്. ഇനി അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ രജപുത്ത് ഭാര്യമാര് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസി ഫോം ചെയ്യുന്നതിൽ സഹായകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അക്ബറിന്റെ ടീച്ചേഴ്സ്, ഇപ്പോൾ അബ്ദുൽ നബി എന്ന് പറയുന്ന, അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ
റിലീജിയസ് പോളിസി ഫ്രെയിം ചെയ്യുന്നതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ആമുഖമായിട്ട് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. യെസ്, അപ്പം ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യെസ്, നമുക്ക് നോക്കാം. അക്ബർ അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി ഫ്രെയിം ചെയ്യുന്നതിൽ അദ്ദേഹത്തെ ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഡെപ്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരാളായിരുന്നു ഷെയ്ഖ് മുബാറക്ക്. 1573 ഷെയ്ഖ് മുബാറക്ക് അക്ബറുമായിട്ട് ആളായിരുന്നു. അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ പറ്റി നമുക്ക് വളരെയധികം അറിയാം, അബുൽ ഫസലും അബുൽ ഫേസി. യെസ്, ഈ 3 പേരുമായിട്ടുള്ള കമ്പനി ഇദ്ദേഹത്തിന്റെ റിലീജിയസ് ഔട്ട്ലുക്കിനെ വളരെയധികം സ്വാധീനിച്ച ഒരു ഘടകമായിരുന്നു. യെസ്, അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടം വരെ, അതായത് ഏകദേശം 1560-62 വരെയുള്ള കാലഘട്ടങ്ങളിൽ അക്ബർ പൂർണ്ണമായിട്ടും ഒരു സുന്നി മുസ്ലിം ആണെന്ന് അറിയപ്പെടാനായിട്ടാണ് അദ്ദേഹം സ്വയമേവ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നമുക്കറിയാം 1562 അദ്ദേഹം ഒരു സ്ഥലം വിസിറ്റ് ചെയ്തു. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്? യെസ്, അജ്മീർ. മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ടോംബ് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് അദ്ദേഹം അംബറിലെ രാജാവായിരുന്ന ബഹർമാളിനെ കണ്ടുമുട്ടുന്നു. ബഹർമാൾ ഈ സമയത്ത് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അദ്ദേഹം മറ്റൊരു രാജാവിൽ നിന്ന് യുദ്ധഭീഷണി നേരിട്ടിരുന്ന സമയമായിരുന്നു. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അക്ബറുമായിട്ട് ഒരു സന്ധി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ബഹർമാള് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ജോധാബായിയെ എന്ത് ചെയ്തു? അക്ബറിന് വിവാഹം ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ 2 മക്കളെ എന്ത് ചെയ്തു? ഭഗവാൻ ദാസിനെയും മാൻസിംഗിനെയും അദ്ദേഹം എന്ത് ചെയ്തു? ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെയാണ് അക്ബറിന്റെ രജപുത്ത് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനു മുമ്പ് അക്ബറിന് രജപുത്തുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. യെസ്, അപ്പം 1563 അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? അക്ബർ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു. എന്ത് ചെയ്തു? അദ്ദേഹം പിൽഗ്രിം ടാക്സ് അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ തൊട്ടടുത്ത വർഷം 1564 ജസിയയും അദ്ദേഹം അബോളിഷ് ചെയ്തു. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഈ സമയം ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് രജപുത്തുകളുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആയി വരുന്ന ഒരു സമയമായിരുന്നു. കാരണം ഓൾറെഡി ഒരു മാരേജ് അദ്ദേഹം നടത്തി. അതുപോലെ തന്നെ രജപുത്തുകളുടെ ഇമ്പോർട്ടൻസ് അദ്ദേഹം മനസ്സിലാക്കി. ഓക്കെ, കൂടാതെ അദ്ദേഹത്തിന്റെ ഹിന്ദു വൈഫ്സിനെ എന്ത് ചെയ്തു? അവർ ഏത് റിലീജിയനിലാണോ അവർ വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസം തന്നെ തുടരുവാനായിട്ട് അവരെന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം നൽകി. ഏകദേശം 35ഓളം ഭാര്യമാര് അക്ബറിനുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് കൺസോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന റൊഖ്യ ബീഗമായിരുന്നു. റൊഖ്യ ബീഗത്തിൽ അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അവരോട് പ്രത്യേകമായ സ്നേഹം ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്. ഇനി അപ്പം ഈ ഒരു സമയം 1564-63 അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു റിലീജിയസ് ഔട്ട്ലുക്കിൽ ചേഞ്ച് വരുന്ന സമയമാണ്. എന്നാൽ 1575 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഈ ഷെയ്ഖ് മുബാറക്കിന്റെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ഇബാബത്ത് ഖാന എന്ന് പറയുന്ന ഹൗസ് ഓഫ് വർഷിപ്പ് അദ്ദേഹം ഫത്തേപൂർ സിക്രിയിൽ പണിയാനായിട്ട് ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഇത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്? കാരണം അദ്ദേഹത്തിന് എല്ലാ റിലീജിയൻസിലെയും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും അന്തസ്സത്ത എന്താണ് എന്നറിയുന്നതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു നോ ദ ട്രൂത്ത് ഇൻ ഓൾ റിലീജിയൻ. എല്ലാ മതങ്ങളുടെയും അന്തസ്സത്ത അറിയുന്നതിന് ഒരു താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 1575 ഇബാബത്ത് ഖാന അല്ലെങ്കിൽ ഹൗസ് ഓഫ് വർഷിപ്പ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തിരിക്കണം. ആദ്യം ഇതിലെല്ലാവർക്കും പ്രവേശനമില്ലായിരുന്നു. ആദ്യം ഇതിനകത്ത് ഇസ്ലാമിക് തിയോളജിയൻസിന് അല്ലെങ്കിൽ ഉലൈമാസിന് ഷെയ്ഖുകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവർ തമ്മിലുള്ള തമ്മിലടി സ്ഥിരമായപ്പോൾ അക്ബർ പറഞ്ഞു, ഇനി നിങ്ങൾ നിർത്തിക്കോ, ഇനി ബാക്കിയുള്ളവരെ കൂടെ കൂട്ടാം. അങ്ങനെ എന്ത് ചെയ്തു? അക്ബർ ഇതിനകത്തേക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന സ്കോളേഴ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിലേക്ക് ഇബാബത്ത് ഖാനയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. യെസ്, അങ്ങനെ ഈ ഡിസ്കഷൻ വളരെ സജീവമായി തീർന്നു. ഇതിനകത്ത് ഇബാബത്ത് ഖാനൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. ഇതിനകത്ത് 4 പോർഷൻ ഉണ്ടായിരുന്നു, 4 വ്യത്യസ്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ ആർഗ്യുമെന്റിനനുസരിച്ച് ഓരോ
വ്യക്തികൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ അക്ബർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അഥവാ ക്ഷീണമാകണമെങ്കിൽ കിടന്നുറങ്ങാൻ വരെയുള്ള സ്ഥലമുണ്ടായിരുന്നു. അപ്പൊ അത്രമാത്രം അദ്ദേഹത്തിന് ഈ ഒരു റിലീജിയസ് ഡിബേറ്റിൽ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യെസ്, അങ്ങനെ അക്ബർ ആരെയൊക്കെ പിന്നീട് ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഹിന്ദു മതത്തിൽ അന്നുണ്ടായിരുന്ന പുരുഷോത്തം ദേവി എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട സ്കോളേഴ്സ്, അതുപോലെ ഹരി വിജയ സൂരി ജൈനിസത്തിൽ നിന്ന്, അതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ പറയുകയാണെങ്കിൽ മോൺസ്റാറ്റ്, അതുപോലെ അക്വവിവ, സ്വരാഷ്ട്രിയൻ റിലീജിയനാണ് മഹർജി റാണ, കൂടാതെ ഷിയ വിഭാഗങ്ങളെല്ലാം അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ സജീവമായ ചർച്ചകൾ നടന്നു. എന്നാൽ വളരെയധികം നാളിത് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. 1582 അദ്ദേഹത്തിന് ഇബാബത്ത് ഖാന ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇബാബത്ത് ഖാനയിൽ ഡിസ്കഷൻ നടന്നിരുന്നത് തേഴ്സ്ഡേയ്സിലായിരുന്നു. തേഴ്സ്ഡേ നൈറ്റ് ആയിരുന്നു ഡിസ്കഷൻ നടന്നിരുന്നത്. എന്നാൽ ഇത് നൈറ്റ് മാത്രമല്ലാതെ പിറ്റേ ദിവസം പകലൊക്കെ ഫ്രൈഡേ വരെയൊക്കെ ഇതിന്റെ ഡിസ്കഷൻസ് പോയിട്ടുമുണ്ട്. യെസ്, ഇനി എന്നാൽ ഈ അക്ബറിന്റെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ഈ ഇബാബത്ത് ഖാന മറ്റുള്ളവർക്ക് മറ്റ് റിലീജിയൻസിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തതൊന്നും ഓർത്തഡോക്സ് ആയിട്ടുള്ള മുസ്ലിം തിയോളജിയൻസിന് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലായിരുന്നു. കൂടാതെ അവർ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിൽ അനാവശ്യമായി ഇന്റർഫിയർ ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം അക്ബർ, ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം തുടക്കത്തിലെ ശക്തനായ ഒരു സുന്നി മുസ്ലിം ഭരണാധികാരി എന്നറിയപ്പെടാനായിട്ടായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉലൈമാസ് അല്ലെങ്കിൽ റിലീജിയസ് തിയോളജിയൻസ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അനാവശ്യമായി ഇന്റർഫിയറൻസ് നടത്തിയിരുന്നു. യെസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അക്ബറിന് ട്രൂത്ത് അറിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഇസ്ലാമിക് തിയോളജിയൻസ് വളരെ അനാവശ്യമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്നത് എങ്ങനെ ഒഴിവാക്കാം. കാരണം ഈ അബ്ദു നബി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. അക്ബറുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അക്ബറുടെ കോർട്ടിലുണ്ടായിരുന്ന സദർ സുദൂറാണ്. സദർ സുദൂർ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ്? റിലീജിയസ് മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സദർ സുദൂർ, അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ഓഫ് എക്ലിസിയാസ്റ്റിക്കൽ അഫെയർ ആയിരുന്നു അബ്ദു നബി എന്ന് പറയുന്നതാണ്. ഈ അബ്ദു നബിയോടൊന്നും ചോദിക്കാതെ അക്ബറിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പൊ അങ്ങനെ അക്ബർ ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഷെയ്ഖ് മുബാറക് അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പം അക്ബർ പറഞ്ഞു, ഇതാണ് പ്രശ്നം, എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു ഇൻഫാലിബിലിറ്റി ഡിഗ്രി തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു മഹസർ തയ്യാറാക്കണം. എന്താണ് മഹസർ? നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. മഹസർ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഡോക്യുമെന്റ് ആണ്. അത് അക്ബറിന് ഒരു അധികാരപത്രം എഴുതി തയ്യാറാക്കി കൊടുക്കുന്നതിന് തുല്യമായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ഡൽഹിയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോർട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റിലീജിയസ് തിയോളജിയൻസ് എല്ലാവരും കൂടെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു ഡോക്യുമെന്റ് ആയിരുന്നു മഹസർ. മഹസർ വന്നതോടുകൂടി അക്ബറിന് എന്താണ് കിട്ടിയത്? 1575 മഹസർ വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്താണ്, റിലീജിയസ് മാറ്റേഴ്സിലെല്ലാം ഏറ്റവും അവസാനത്തെ തീരുമാനം എടുക്കുവാനായിട്ടുള്ള അവകാശം, അധികാരി ആരായി മാറി? അക്ബറായി മാറി. അതുവരെ ആർക്കായിരുന്നു ആ ഒരു പദവി ഉണ്ടായിരുന്നത്? സദർ സുദൂർ എന്ന് പറയുന്ന അബ്ദു നബിക്കായിരുന്നു. യെസ്, അപ്പൊ ഇത് അദ്ദേഹത്തിന് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നായി മാറി. അങ്ങനെ മഹസർ എഴുതി തയ്യാറാക്കി. ഇതിനകത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 8 പ്രധാനപ്പെട്ട റിലീജിയസ് തിയോളജിയൻസ് ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. യെസ്, അപ്പൊ മഹസറിനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന 2 പ്രധാനപ്പെട്ട വർക്കുകളുണ്ട്. ഒന്ന് തബാക്കത്തി അക്ബറി, മറ്റൊന്ന് മുന്തഖ് തവാരിക്കും. നിസാമുദ്ദീൻ അഹമ്മദാണ് തബാക്കത്തി അക്ബറി എഴുതിയത്. അതുപോലെ തന്നെ ബദൌണിയാണ് മുന്തഖ് തവാരിക്ക് എഴുതിയിട്ടുള്ളത്. യെസ്, 2 പ്രധാനപ്പെട്ട വർക്കുകളാണ് അക്ബറിന്റെ കാലഘട്ടത്തെ പറ്റിയുള്ളത്. അപ്പൊ ഈ ഇൻഫാലിബിലിറ്റി ഡിഗ്രി അല്ലെങ്കിൽ മഹസർ വന്നതോടുകൂടി അക്ബർ ആരായി മാറി? ഇന്റർപ്രറ്റർ ഓഫ് ദ റിലീജിയസ് ലോ, അല്ലെങ്കിൽ മുജാഹിദ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് അക്ബർ എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു. യെസ്, അപ്പം ഇങ്ങനെ ഒരു പദവിയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വതന്ത്രമായിട്ട് റിലീജിയസ് അഫയേഴ്സിൽ, റിലീജിയസ് മാറ്റേഴ്സിൽ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളൊരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാണ് 1580-82 കാലഘട്ടമായപ്പോഴത്തേക്ക്. അക്ബർ അതുവരെ പഠിച്ച റിലീജിയസ് ഐഡിയാസ് എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് 1582 അദ്ദേഹത്തിന്റെ തന്നെ ഒരു റിലീജിയൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല,
അതൊരു ന്യൂ വേ ഓഫ് ലൈഫ് ആയിരുന്നു. എന്താണ് അതിൻ്റെ പേര്? തൗഹീദ് ഐ ഇലാഹി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ന്യൂ വേ ഓഫ് ലൈഫ്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ തൗഹീദ് ഐ ഇലാഹി എന്നായിരുന്നു ആദ്യത്തെ പേര്. അതിനുശേഷമാണ് അതിന് ദിൻ ഇലാഹി എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡിവൈൻ ഫെയ്ത്ത് അല്ലെങ്കിൽ ഡിവൈൻ മോണോത്തീസം അതിൻ്റെ ഒരു ഭാഗമാണ്, ഏകദൈവ വിശ്വാസം. എന്നാൽ അക്ബർ ഒത്തിരി വിമർശിക്കപ്പെട്ട ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഈ ന്യൂ വേ ഓഫ് ലൈഫിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. കാരണം അക്ബറിനെ ഇതിനകത്ത് വിമർശിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? അക്ബറിന് വേണ്ടി അയാളുടെ ഹെൽത്ത്, വെൽത്ത്, ഓണർ എല്ലാം ഉപേക്ഷിക്കണം. യെസ്, അക്ബറിന് വേണ്ടി ഉപേക്ഷിക്കണം എന്നുള്ളതായിരുന്നു അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കണം എന്ന് അതിനകത്ത് ഒത്തിരി ഡിബേറ്റ് നടക്കുന്ന ഒരു ഭാഗമാണ്. അക്ബറിന് വേണ്ടി ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അക്ബർ ദൈവത്തെക്കാളും വലുതാണോ എന്നുള്ള ചോദ്യമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ അക്ബർ അതിനകത്ത് വിമർശന വിധേയമാകുന്നുണ്ട്. യെസ്. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഇറ്റ് ബിലീവ്സ് ഇൻ വൺ ഗോഡ്. അതുപോലെ ഇതിനകത്ത് വർഷിപ്പ് എങ്ങനെയായിരുന്നു? ഫയർ, സൺ, ലൈറ്റ് അല്ലെങ്കിൽ നൂർ, NOOR, വെളിച്ചം അല്ലെങ്കിൽ സൂര്യൻ, തീ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫയർ വർഷിപ്പ് നമുക്ക് സ്വരാഷ്ട്രിയൻ റിലീജിയനും അതുപോലെ തന്നെ ഹിന്ദു റിലീജിയനിലൊക്കെ കാണാൻ പറ്റും. സൺ വർഷിപ്പും ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്, ലൈറ്റ്, നൂർ. അപ്പൊ അദ്ദേഹം മറ്റ് റിലീജിയൻസിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട ഭാഗങ്ങളാണ് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഈ വേ ഓഫ് ലൈഫില്, പുതിയ വേ ഓഫ് ലൈഫില് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. യെസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? യെസ്. അതുപോലെ തന്നെ ദേ ഒബ്സർവ് രാഖി ബന്ധൻ നടത്തി. അതുപോലെ നെറ്റിയിൽ കുറിതൊടുന്ന രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ജൈനിസത്തിന്റെ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട ഒരു ഐഡിയയാണ് അഹിംസ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കൊട്ടാരത്തിൽ സ്ലോട്ടർ, ചില ദിവസങ്ങളിൽ മൃഗങ്ങളെ എന്ത് ചെയ്തു? ഭക്ഷണമാക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. യെസ്. കൂടാതെ ഈ ദസറ, നൗറോസ് എന്ന് പറയുന്ന പേർഷ്യൻ ഫെസ്റ്റിവൽസ് ഒക്കെ ഇവർ ആഘോഷിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ദേ ബിലീവ്ഡ് ഇൻ ട്രാൻസ്മൈഗ്രേഷൻ. ഈ ട്രാൻസ്മൈഗ്രേഷൻ എന്നുള്ള ഐഡിയ ശരിക്കും അക്ബർ സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ബ്രാഹ്മൺ ഫ്രണ്ട്സിൽ നിന്നാണ്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ബ്രാഹ്മൺ സ്കോളേഴ്സുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഈ ട്രാൻസ്മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ അദ്ദേഹം സ്വീകരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പുതിയ വേ ഓഫ് ലൈഫിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഏകദേശം 12ഓളം പ്രധാനപ്പെട്ട ബേസിക് പ്രിൻസിപ്പിൾസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. യെസ്, ഈ ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം അദ്ദേഹം മറ്റ് റിലീജിയൻസിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. യെസ്. ഇതിൽ നിന്ന് ആത്യന്തികമായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചത്, ഈ ഒരു പുതിയ റിലീജിയൻ കൊണ്ടുവരുന്നതോടെ അദ്ദേഹം ആഗ്രഹിച്ചത് എല്ലാ റിലീജിയൻസും, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രത്യേകത ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു മിഡീവൽ ഇന്ത്യൻ ഭരണാധികാരിയാണ് അക്ബർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യത്തിൽ. അതായത് ഒരു എക്ലറ്റിക് പാൻതീസം, അതായത് ഇന്ത്യയിലുള്ള റിലീജിയൻസിന്റെ എല്ലാം ഒരു ആകത്തുക അദ്ദേഹത്തിന്റെ ഈ പുതിയ വേ ഓഫ് ലൈഫിൽ കൊണ്ടുവരാനായിട്ടാണ് അക്ബർ ആഗ്രഹിച്ചിരുന്നത്. എക്ലറ്റിക് പാൻതീസം. ഓക്കെ, എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ആശയം വളരെ റവല്യൂഷണറി ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാനായിട്ട് ആൾക്കാരില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. യെസ്. യെസ്. അപ്പം ഈ ഒരു റിലീജിയൻ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അഡ്മിനിസ്ട്രേഷനിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് യൂണിവേഴ്സൽ ടോളറേഷൻ. എല്ലാവരെയും ഒരേ സമഭാവനയിൽ കാണാനായിട്ട് എല്ലാ റിലീജിയസ് വിഭാഗങ്ങളെയും ഒരുപോലെ കാണാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ശ്രമം. അതാണ് സുള്ളീക്വൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടോളറേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പോളിസി ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സഹായകരമായ ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒന്ന്. പക്ഷെ ഇത് അദ്ദേഹം സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് പറയാനായിട്ട്
പറ്റത്തില്ല. ഒരു പരിധി വരെ മാത്രമേ അദ്ദേഹത്തിന് അതിനകത്ത് വിജയം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ആശയം വളരെ റവല്യൂഷണറി ആയിരുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് മുമ്പോട്ട് അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി പഠിക്കുമ്പോൾ ഇതൊരു ഫെയില്യൂർ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ ഒരു ചോദ്യമുണ്ട്. അക്ബറിന്റെ റിലീജിയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അക്ബറിന്റെ റിലീജിയസ് പോളിസി ഇദ്ദേഹത്തിന് ശേഷം വന്ന ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനകത്ത് ഉത്തരം പറയാൻ പറ്റുന്നത്? ഒറ്റയടിക്ക് നമ്മൾ ഉത്തരം പറയുമായിരിക്കും ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ജഹാംഗീർ ഒരു പരിധി വരെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ, ഇദ്ദേഹത്തിന്റെ റിലീജിയൻ അല്ല, ഇദ്ദേഹത്തിന്റെ സെയിം റിലീജിയസ് പോളിസി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ന്യൂ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ദിൻ ഇലാഹി എന്ന് പറയുന്ന ആശയം പൂർണ്ണമായിട്ടും ഇല്ലാതെയായിത്തീരുന്നുണ്ട്. ഓക്കെ, ഏകദേശം 18ഓളം ഫോളോവേഴ്സ് മാത്രമേ അദ്ദേഹത്തിന് ദിൻ ഇലാഹിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ബീർബൽ. യെസ്, ബീർബൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. മഹേഷ് ദാസ് എന്നുള്ള പേരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അക്ബറിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രത്യേക ട്രൈബൽ വിഭാഗവുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ ബീർബൽ മരിക്കുകയായിരുന്നു ചെയ്തത്. യെസ്, ഇദ്ദേഹത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള കാരണം ഒരു പ്രാവശ്യം നെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു, യുദ്ധത്തിന് പോകുമ്പോൾ പോലും കയ്യില് കൃഷ്ണന്റെ ഒരു വിഗ്രഹം കൊണ്ടു നടന്നിരുന്ന ആളായിരുന്നു, അക്ബറിന്റെ കോർട്ടിലുണ്ടായിരുന്ന ഒരാൾ ആരായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. യെസ്, അതിന്റെ ഉത്തരം ബീർബലാണ്. ബീർബൽ എവിടെ പോയാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കൃഷ്ണന്റെ വിഗ്രഹം കാണും. യെസ്, അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? ദിൻ ഇലാഹിയിലെ ഒരു ഭാഗമായി തീർന്നു. യെസ്, അതുപോലെ തന്നെ അക്ബർ ഈ അദ്ദേഹത്തിന്റെ റിലീജിയനിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ വേ ഓഫ് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച മറ്റൊരാളായിരുന്നു ആര്? മാൻസിംഗ്. എന്നാൽ മാൻസിംഗിനോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞപ്പോൾ മാൻസിംഗ് പറഞ്ഞു, തൽക്കാലം എനിക്ക് സമയം ഉണ്ടാവില്ല. എന്താണ്, എനിക്കിപ്പോൾ ഒരു റിലീജിയനൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് പോകുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ തുടർന്നോളാം എന്ന് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം സൗമ്യമായിട്ട് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്തത്. യെസ്, ഇനി ഈ ദിൻ ഇലാഹി എന്ന് പറയുന്ന ഈ ഒരു ആശയം, ഇതിനെപ്പറ്റി ഉള്ള ഇൻഫർമേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടുന്ന ഒരു വർക്കുണ്ട്. ആ വർക്കാണ് ദബിസ്ഥാൻ-ഐ മസാലിം എന്ന് അറിയപ്പെടുന്ന വർക്ക്. മൊഹസിൻ ഫാനിസിന്റെ ഒരു വർക്കാണ്. ഒരു മിഡീവൽ ഇന്ത്യൻ ടെക്സ്റ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. ഈ വർക്കിലാണ് ദിൻ ഇലാഹിയെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. യെസ്, ഈ ദിൻ ഇലാഹി അദ്ദേഹം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം എല്ലാവർക്കും, ഞാൻ പറഞ്ഞ രീതിയിൽ യൂണിവേഴ്സൽ ടോളറേഷൻ എന്നുള്ളൊരു ആശയം അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു. എല്ലാവർക്കും, എല്ലാ വിഭാഗങ്ങളിലുള്ളവർക്കും ഫ്രീ സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. അതിനുവേണ്ടി ചില എസ്റ്റാബ്ലിഷ്മെന്റ്സ് അദ്ദേഹം നടത്തിയെന്നുള്ളതാണ്. ഹിന്ദുക്കളിലെ വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനായിട്ട് അദ്ദേഹം ധർമ്മപുര എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. മുസ്ലിംസിനാണെങ്കിൽ ഖൈർപുര എന്ന് പറയുന്ന ബിൽഡിംഗ് ഉണ്ടായി. അതുപോലെ തന്നെ ജെയിൻസിനാണെങ്കിൽ ജോഗിപുര എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി. അപ്പം എല്ലാ വിഭാഗങ്ങളെയും, എല്ലാ എക്കണോമിക്കലി പവർഫുൾ ആണെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്ക് ആണെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്ത റിലീജിയനിൽപ്പെട്ടവരായിരുന്നെങ്കിലും എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ടുള്ള ഒരു മനസ്സ് അക്ബറിന് ഉണ്ടായിരുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിലീജിയസ് ഐഡിയാസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യെസ്, കൂടാതെ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ സുബകളിലും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സാദർ അല്ലെങ്കിൽ ഒരു മോറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തു. അതായത് എന്താണ് സാദറിന്റെ ചുമതല? അതായത് ജനങ്ങളുടെ കോണ്ടാക്ട്, പരസ്പരമുള്ള അവരുടെ കോണ്ടാക്ട് അല്ലെങ്കിൽ ഇടപെടലുകൾ കറക്റ്റ് ആണോ, നല്ല രീതിയിലാണോ നടക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു സാദർ എന്ന് പറയുന്ന മോറൽ ഓഫീസർ.
എന്നാൽ അക്ബർ ഈ റിലീജിയസ് പോളിസി ഫോളോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എവിടെ നിന്നായിരുന്നു? ഓർത്തഡോക്സ് സെക്ഷനിൽ നിന്ന് അദ്ദേഹത്തിന് ശക്തമായ റിയാക്ഷൻ നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അബ്ദുൽ നബി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ സദർ സുബൂർ ആയിരുന്നു, അല്ലെങ്കിൽ എക്ലീസിയാസ്റ്റിക്കൽ മാറ്റേഴ്സ് കൈകാര്യം ചെയ്തിരുന്ന മിനിസ്റ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ആദ്യം അക്ബറിനെതിരെ എന്ത് ചെയ്തത്? റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ അബ്ദുള്ള സുൽത്താൻപുരി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മൻസബ്ദാറും കൂടിയായിരുന്നു. യെസ്. അപ്പൊ ഇവര് രണ്ടുപേര് എന്ത് ചെയ്തു? അക്ബർ ഉടനെ തന്നെ അങ്ങ് ഡിസ്മിസ് ചെയ്തു. അതോടുകൂടി ആ പ്രശ്നം തീർന്നു. ഓക്കെ. യെസ്. അപ്പൊ അബ്ദുൽ നബി എന്ന് പറയുന്ന ആൾ അദ്ദേഹം വളരെയധികം ബഹുമാനിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതലേ അദ്ദേഹത്തിന്റെ ഒരു ടീച്ചറും കൂടെ ആയിരുന്നു അബ്ദുൽ നബീം. അതുപോലെ തന്നെ വേറൊരു ആളും കൂടെ ഉണ്ടായിരുന്നു, അബ്ദുൽ ലത്തീഫ്. അക്ബറിനെ പറ്റി പറയുന്നത്, അക്ബർ പഠിക്കാനായിട്ട് ക്ലാസ്സുകളിൽ പോകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സ് എവിടെയെങ്കിലും ചെരുപ്പ് ഊരിയിട്ട് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അക്ബർ ആ ചെരുപ്പ് എടുത്തുകൊണ്ടുപോകും, പുറകെ പോകും. എന്നിട്ട് അവർ ചെരുപ്പ് ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് കൊടുക്കുമായിരുന്നു. അത്രമാത്രം ടീച്ചേഴ്സിനോട് വളരെയധികം ബഹുമാനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അക്ബർ. യെസ്. അപ്പം അതിൽ നിന്നൊക്കെ മാറി അക്ബറിന്റെ പുതിയ റിലീജിയസ് ഐഡിയാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അക്ബർ വേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളെ വേണ്ടാന്ന് വെക്കാനായിട്ട് പറ്റി എന്നുള്ള അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് അബ്ദുൽ നബിയും അതുപോലെ തന്നെ അബ്ദുള്ള സുൽത്താൻപുരിയും എന്ത് ചെയ്തു? അദ്ദേഹം ഡിസ്മിസ് ചെയ്തു. കൂടാതെ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന ഹക്കിം ആയിരുന്നു, മിർസ ഹക്കിം ആയിരുന്നു. അദ്ദേഹം കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. കാബൂളിൽ അദ്ദേഹം എന്ത് ചെയ്തു? റിവോൾട്ട് ചെയ്തു. എന്നാൽ ആ റിവോൾട്ടിനെ സക്സസ്ഫുൾ ആയിട്ട് സപ്രസ് ചെയ്യാനായിട്ട് അക്ബറിന് സാധിച്ചു. ഓക്കെ. ഇനി മുമ്പോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് അക്ബറിന്റെ ഈ റിലീജിയസ് പോളിസിയെ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്ത ഒത്തിരി പേരുണ്ടായിരുന്നു, അല്ലെ? അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള ക്രിറ്റിസിസംസ് 3 എണ്ണമാണുള്ളത്. അതിന് മുമ്പ് അദ്ദേഹത്തെ പറ്റി അബുൽ ഫസല് അദ്ദേഹത്തിന്റെ ഐനി അക്ബറിയില് ഇദ്ദേഹത്തിന്റെ ഈ പുതിയ റിലീജിയനെ പറ്റി അല്ലെങ്കിൽ ദിൻ ഇലാഹിയെ പറ്റി എന്താണ് പറഞ്ഞത്? ഈ ദിൻ ഇലാഹി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൂഫി ഓർഡർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിൻ ഇലാഹി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു സൂഫി ഓർഡർ ആയിരുന്നു എന്നാണ് അബുൽ ഫസൽ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്തൊരു ഭാഗമുണ്ട്, ഈശ്വരി പ്രസാദ് പറഞ്ഞൊരു ഭാഗമുണ്ട്. എന്താണ് ഈശ്വരി പ്രസാദ് പറഞ്ഞ ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്പിരിച്വലിസം, നാച്ചുറലിസം, ഫിലോസഫി, ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈലേഷനാണ് ദിൻ ഇലാഹി എന്നാണ് ഈശ്വരി പ്രസാദ് പറയുന്നത്. യെസ്. എന്നാൽ അദ്ദേഹത്തിന്റെ അക്ബറിന്റെ തന്നെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബദൗണി മോൺസ്റാറ്റ് എന്താണ് പറയുന്നത് നോക്കി. അതായത് ബദൗണി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ബദൗണി അക്ബറിന്റെ. കാരണം ഈ അക്ബറിന്റെ ഒരു ചെറുപ്പകാല സുഹൃത്തും അല്ലെങ്കിൽ അക്ബറിന്റെ ചെറുപ്പകാലം മുതലേ മുഗൾ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ബദൗണി. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടായി, അക്ബറിനോട് വലിയ താല്പര്യമായിരുന്നു. അബുൽ ഫസൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബദൗണിയുടെ സ്ഥാനം പതിയെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. കാരണം അബുൽ ഫസൽ കുറച്ചുകൂടെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു, നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ടായിരുന്നു, അക്ബറിന്റെ പേഴ്സണൽ ഫ്രണ്ടായി മാറിയ ഒരാൾ കൂടെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബദൗണി അക്ബറിന്റെ എതിർ സ്ഥാനത്തേക്ക് മാറി. അപ്പൊ എന്ത് ചെയ്യും? ബദൗണി അക്ബറിനെ പറ്റി എഴുതുമ്പോൾ അക്ബറിനെ വിമർശിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പകൽ എഴുതത്തില്ല, രാത്രി വിളക്ക് കത്തിച്ചു വെച്ച് എഴുതുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു? അക്ബർ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം അന്ന് പബ്ലിഷ് ചെയ്തിരുന്ന അക്ബർ എന്ത് ചെയ്തു? പിടിച്ച് അകത്താക്കിയാണ്. യെസ്. അപ്പൊ അക്ബറിന്റെ ഒരു ആരായിരുന്നു? ഒരു വിമർശകനായിരുന്നു ബദൗണി. യെസ്. അപ്പൊ അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത്, ആഫ്റ്റർ ദ ഫൗണ്ടേഷൻ ഓഫ് ദിൻ ഇലാഹി അക്ബർ സീസ് ടു ബി എ മുസ്ലിം. ദിൻ ഇലാഹി എന്ന് പറയുന്ന ഈ ഒരു വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ റിലീജിയൻ ഫൗണ്ട് ചെയ്തതിന് ശേഷം അക്ബർ ഒരു മുസ്ലിമേ അല്ലായിരുന്നു എന്നാണ് ആര് പറയുന്നത്? അദ്ദേഹത്തിന്റെ വിമർശകനായിരുന്ന ബദൗണി പറയുന്നു. ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റിലീജിയസ് ഐഡിയാസ് ഇസ്ലാം മതം മാത്രമല്ലായിരുന്നു, എല്ലാ റിലീജിയനെയും കൂടെ അദ്ദേഹം കമ്പൈൽ ചെയ്താണ് അദ്ദേഹത്തിന്റെ ദിൻ ഇലാഹി എന്ന് പറയുന്ന ആശയത്തിലേക്ക്, വേ ഓഫ് ലൈഫിലേക്ക് അദ്ദേഹം എത്തുന്നു. യെസ്.
ഇനി മോൺസറാറ്റ് എന്താണ് പറയുന്നത്? വൺ ഡസ് നോട്ട് നോ വാട്ട് റിലീജിയസ് പോളിസി ഹി ഫോളോസ്. യെസ്, ഒരാൾക്കും പറയാൻ പറ്റത്തില്ല ഇദ്ദേഹം ഏത് റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഇത് ഏത് റിലീജിയനാണ്, എന്ത് റിലീജിയനാണ്, എങ്ങനെയുള്ളതാണ് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല എന്നാണ് ആര് പറയുന്നത്? മോൺസറാറ്റ് യെസ് അഭിപ്രായപ്പെടുന്നത്. യെസ്, വി എസ് സ്മിത്തിന്റെ കൊട്ടേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ദിന്നിലാഹി എ പ്രൂഫ് ഓഫ് അക്ബേഴ്സ് പോളി. അക്ബറുടെ മണ്ടത്തരത്തിന്റെ ഏറ്റവും നല്ല തെളിവാണ് എന്ത്? ദിന്നിലാഹി എന്നാണ് ആര് പറയുന്നത്? വി എസ് സ്മിത്ത് യെസ് പറയുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു അക്ബറുടെ റിലീജിയസ് പോളിസി. അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസിയെ നമ്മൾക്ക് ഒറ്റ വാക്കിൽ ചുരുക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ടോളറേഷൻ ആയിരുന്നു. സുൾ ഈക്വൽ എന്നുള്ള അദ്ദേഹത്തിന്റെ പോളിസി ആയിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് ഒറ്റ വാക്കിൽ പറ്റും. അപ്പം ഇത്രയും കുറച്ചുകൂടെ ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു ഭാഗം കൊണ്ട് ഞാനിവിടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഏർലി മിഡീവൽ ഇന്ത്യയിലുണ്ടായിരുന്ന അറബികളുടെ ആക്രമണത്തെ പറ്റിയാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. യെസ്, അതിനുശേഷം നമ്മൾ അക്ബറുടെ റിലീജിയസ് പോളിസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഭാഗങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഭാഗം നിങ്ങൾ ചോദിക്കണം. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അറിയാൻ പാടില്ലാത്തതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യേണ്ട ഭാഗമാണെങ്കിൽ റെഫർ ചെയ്തിട്ടാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. നമ്മൾ ഇപ്പോൾ ഈ നെറ്റിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ ഈ കാര്യത്തിൽ കൂടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നു. മുൻപ് നമ്മളൊരു വെബിനാർ നടത്തിയപ്പോഴത്തേക്കും ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ ഈ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി മുമ്പോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം, നമ്മൾ പ്രത്യേകിച്ചും മെഡീവൽ ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ മാത്രമായിട്ട് നമ്മുടെ പഠനം ഒതുക്കരുത്. കാരണം വൈഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് UGC നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എത്രമാത്രം വായിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ പരീക്ഷയിൽ ഏറ്റവും നല്ല സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം പരീക്ഷ ഓരോ വർഷങ്ങൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് ടഫ്നെസ് കൂടി വരികയാണ്. അപ്പോൾ എന്നാൽ കോമ്പറ്റീഷനും അതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അറിയത്തില്ല നമ്മുടെ കൂടെ അല്ലെങ്കിൽ ആരൊക്കെ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പഠിക്കുന്നതിന് ഒരു രീതി എപ്പോഴും ഉണ്ടാവണം. ഒരിക്കലും നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ ഭാഗത്ത് നിങ്ങളുടെ പഠനം നിർത്തരുത്. അപ്പം നമ്മൾ അക്ബറിനെ പറ്റി പഠിക്കുമ്പോൾ അക്ബറുടെ റിലീജിയസ് പോളിസിയെ പറ്റി നമ്മൾ സാധാരണയായിട്ട് പഠിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും പറ്റി പറഞ്ഞതല്ല, ഈ UGC നെറ്റ് പഠനം തുടങ്ങുന്ന സമയത്ത് അപ്പം ഞാനാണെങ്കിലും ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അക്ബറുടെ റിലീജിയസ് പോളിസി. ഓക്കെ, അക്ബറുടെ റിലീജിയസ് പോളിസി നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ എന്താണ് പഠിക്കുന്നത്? അക്ബറിനെ ഇതിനെ ഈ റിലീജിയസ് പോളിസി തയ്യാറാക്കുന്നതിന് ആരൊക്കെയാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്? ഓക്കെ, എന്തായിരുന്നു? ഓക്കെ, സുള്ളീകുൾ അല്ലെങ്കിൽ എക്ലിറ്റിക് പാൻതീസം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടോളറേഷൻ. ഓക്കെ, ഇത്രയും കൊണ്ട് നമ്മൾ അവിടെ നിർത്തും. അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസിയെ പറ്റി മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല എങ്കിൽ നമുക്ക് ഈ UGC പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം. ഇപ്പം ഞാൻ ഇതിനു ശേഷം ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു ഭാഗം ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷനാണ്. ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ പോലും ഞാനിപ്പോൾ അതിനൊരു ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അക്ബറിൻ്റെ ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഓക്കെ
രാജാ തോഡർമാളിലൂടെ അദ്ദേഹം ചെയ്ത ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കും. പക്ഷെ രാജാ തോഡർമാളിലും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പും അദ്ദേഹത്തിന് ലാൻഡ് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. യെസ്. അപ്പം ആ അഡ്മിനിസ്ട്രേഷൻ ആരുടെയൊക്കെ കീഴിലാണ് ഉണ്ടായത്, ഏതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റേഴ്സ്? ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിപ്പോണം. അവരുടെ കാലഘട്ടം, അപ്പൊ ആരുടെ കാലഘട്ടത്തിലാണ് കരോരി സിസ്റ്റം വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അക്ബറുടെ കീഴിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വസീറുണ്ട്, അദ്ദേഹത്തിന്റെ കീഴിലാണ് കരോരി സിസ്റ്റം വന്നത്. കരോരി സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്, ഏത് ലാൻഡിലാണ് കരോരി സിസ്റ്റം അദ്ദേഹം എന്ത് ചെയ്ത് അപ്ലൈ ചെയ്ത്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ലാൻഡിൽ അദ്ദേഹം കരോരി സിസ്റ്റം അപ്ലൈ ചെയ്ത് അല്ലെ? കരോരി സിസ്റ്റം അദ്ദേഹം കൊണ്ടുവരുന്നത് ഖലിസ ലാൻഡിനെ കൾട്ടിവേഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അല്ലെ? അപ്പൊ ഖലിസ ലാൻഡ് എന്താണെന്ന് നമുക്കറിയാം, ക്രൗൺ ലാൻഡാണ്. അപ്പൊ ക്രൗൺ ലാൻഡിനെ റവന്യൂ ഡിവിഷന്റെ കീഴിൽ കൊണ്ടുവരാനുണ്ട്. അല്ലെങ്കിൽ ക്രൗൺ ലാൻഡ് വെറുതെ കിടന്ന് നഷ്ടപ്പെട്ട് അത് പ്രൊഡക്റ്റീവ് ആകാതെ കിടക്കുന്നതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അങ്ങനെ ക്രൗൺ ലാൻഡുകളെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു അല്ലെ? പല സോൺ ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ? ആ സോൺ ഏരിയയിൽ നിന്നും ഓരോ സോണിൽ നിന്നും ഓരോ കോടി രൂപ വീതം പിരിക്കാനായിട്ട് എന്ത് ചെയ്തു? ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു അല്ലെ? ആ ഓരോ സോണിൽ നിന്നും എത്ര രൂപ കളക്ട് ചെയ്യണം? 1 കോടി രൂപ കളക്ട് ചെയ്യണം അല്ലെ? അപ്പൊ അങ്ങനെ ആ 1 കോടി രൂപ ഒരു സോണിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ഒരു ഓഫീസറെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്തു. ആ ഓഫീസറെ അറിയപ്പെടുന്ന പേരാണ് ആരാണ്? കരോരീസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വരുമാനത്തെ ഉൾപ്പെടുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ കരോരി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ അത് പഠിച്ചു പോകണം. അതുപോലെ ഇപ്പൊ ബദായി സിസ്റ്റം അക്ബറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെ? സപ്തി സിസ്റ്റം ഉണ്ടായിരുന്നു, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സപ്തി സിസ്റ്റം. ബദായി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രോപ്പ് ഷെയറിങ് അല്ലെ? യെസ്. ഈ സിസ്റ്റത്തെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ആരുടെ കാലത്ത് ദഹസാല സിസ്റ്റം വരുന്ന? തോഡർമാളിന്റെ കാലഘട്ടത്തില് ദഹസാല സിസ്റ്റം കൊണ്ടുവരുന്നത്. യെസ്. അപ്പൊ തോഡർമാള് എങ്ങനെ വന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. തോഡർമാള് ആരുടെ കീഴിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? യെസ്, തോഡർമാൾ ആദ്യം ഉണ്ടായിരുന്നത് ഷേർഷായുടെ കീഴിലാണ്. ഷേർഷായുടെ കീഴിലുണ്ടായിരുന്ന ഒരു മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു ആര്? തോഡർമാൾ. യെസ്. പിന്നീട് ഷേർഷാ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ആരുടെ കൂടെ പോകുന്നു? അക്ബറിന്റെ കൂടെ വരുന്നു. അക്ബർ അദ്ദേഹത്തെ എവിടെ അപ്പോയിന്റ് ചെയ്യുന്നു? ഗുജറാത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നു. ഗുജറാത്തിൽ വന്നതിന് ശേഷം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കീഴിൽ ഗുജറാത്തില് റവന്യൂ അഡ്മിനിസ്ട്രേഷൻ റീഓർഗനൈസ് ചെയ്തു. അങ്ങനെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ റീഓർഗനൈസ് ചെയ്ത് ഗുജറാത്തിലെ പ്രൊഡക്ഷൻ വർദ്ധിച്ചതിന് ശേഷമാണ് 1582 1582 അക്ബർ എന്ത് ചെയ്യുന്നത്? തോഡർമാളിനെ അദ്ദേഹത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു വലിയ ലാൻഡ് സർവേ ഒക്കെ നടത്തുന്നു. ലാൻഡ് സർവേ നടത്തിയതിന് ശേഷം എന്ത് ചെയ്തു? ഓരോ ഏരിയയും എല്ലായിടത്തും പല സ്ഥലങ്ങളിലും പല വിലയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? ഓരോ സ്ഥലത്തും ഇപ്പൊ മുഗൾ എംപയർ എന്ന് പറയുന്ന വലിയ എംപയറിൽ പല സ്ഥലത്തും ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്ത വില. ഈ വിലകളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് ഏകീകരണം നടത്തി. യെസ്. ഏകീകരിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ഓരോ സ്ഥലത്തു നിന്നുള്ള ക്രോപ്പിന്റെ ഷെയർ അദ്ദേഹം ഫിക്സ് ചെയ്തു. സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് തരാനുള്ള ഷെയർ ഫിക്സ് ചെയ്തു. അപ്പം ദഹസാല സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ഒരു 10 ഇയർ അസസ്മെന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ 2020 തുടങ്ങി കഴിഞ്ഞാൽ 2030 വരെ ഒരേ ഒരു റവന്യൂ എന്ത് ചെയ്യണം? കർഷകൻ പേ ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ്? അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയാണോ ഉണ്ടായിരുന്നത്, എത്രയാണോ ഒരു കർഷകൻ പേ ചെയ്ത്, അത്രയും തന്നെ അടുത്ത വർഷവും പേ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് വിലയൊക്കെ അദ്ദേഹം ഏകീകരിച്ചെങ്കിലും കഴിഞ്ഞ വർഷം ഉണ്ടായ അത്രയും തന്നെ ഈ വർഷം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് പറ്റി? ചിലപ്പോൾ ഒരു ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കാം. അപ്പൊ കഴിഞ്ഞ വർഷം 1 ലക്ഷം രൂപ അടച്ചെങ്കിൽ ഈ വർഷം 1 ലക്ഷം രൂപ എടുക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അത് പ്രശ്നമായി. അപ്പോൾ അങ്ങനെ പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്കും
ഇതൊരു 10-year അസസ്മെന്റ് അല്ലാതായി മാറി. അവിടെയാണ് അദ്ദേഹത്തിന് പരാജയം പറ്റിയത്. പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് സക്സസ്ഫുൾ ആയിരുന്നു ഒരു പരിധി വരെ, പക്ഷെ ഇതൊരു 10-year അസസ്മെന്റ് ആയിട്ട് നിലനിന്നിരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. പേരിൽ ദഹസാല അല്ലെങ്കിൽ ദസ് എന്ന് പറയുന്ന 10 ദഹസാല സിസ്റ്റം ആയിരുന്നു. പക്ഷെ ബൈ പ്രാക്ടിക്കൽ ടൈംസിൽ പറയുകയാണെങ്കിൽ ഇതൊരു 10-year അസസ്മെന്റ് അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോകണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക്, ഇപ്പം നിങ്ങൾക്ക് കോമ്പിനേഷൻ ആൻസേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ, താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റ് എന്നുള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് ആ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് അതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഒരു സ്ട്രാറ്റജി, നമ്മൾ ആ കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി പോവുക. ഞാൻ ഇപ്പം ഇതൊരു വലിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ, ഇപ്പം അക്ബറുടെ കാലഘട്ടത്തിലാണ് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ മൗര്യൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസിന് ശേഷം ഇന്ത്യയിൽ പിന്നീട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് ആണ് ഏത്? യെസ്, മുഗൾ കാലഘട്ടത്തിൽ, അക്ബറിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും മൗര്യൻ കാലഘട്ടത്തിന്റെ അത്രയും ഇല്ല. മൗര്യൻ കാലഘട്ടത്തിലെ ഡിപ്പാർട്ട്മെന്റുകൾ ഇഷ്ടം പോലെ, 32 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പഠിക്കുന്നത്. യെസ്, അത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാലും അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് ഉണ്ടായത് അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. യെസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ പറയുവാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആരും പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതായിട്ട് കേൾക്കുന്നില്ല. എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് മടിക്കരുത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ നെറ്റിന് വേണ്ടി സീരിയസ് ആയിട്ട്, വെറുതെ അല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നെറ്റിന് വേണ്ടി സീരിയസ് ആണെന്ന് പറയുമ്പോൾ പോലും സീരിയസ് ആകാൻ പറ്റാത്തത്. എന്നാൽ അങ്ങനെ ആയതുകൊണ്ട് കാര്യമില്ല. നെറ്റിന് വേണ്ടി നിങ്ങൾ സീരിയസ് ആയിട്ട് തയ്യാറെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന് നിങ്ങൾ ഒത്തിരി സമയം എടുക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. കാരണം ഞാനൊരു 6-7 വർഷമായിട്ട് ഈ ഒരു രംഗത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ കയ്യിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ തോന്നും എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഇത് അത്ര പെട്ടെന്ന് പഠിച്ച് തീരാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അതിനുവേണ്ടി പഠിക്കാൻ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണം. നമുക്ക് ഉള്ള സമയം വളരെ ചുരുങ്ങിയ സമയമാണ്. ഈ സമയം വളരെ പെട്ടെന്ന് പോകുന്നൊരു കാര്യം, നമ്മൾ പിടിച്ചാൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഇപ്പം ജൂണിൽ എക്സാം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് വളരെ ടൈം ബൗണ്ടറായിട്ട് നമുക്ക് പഠിച്ചു പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റൂ. ഒരുപക്ഷെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ വായിച്ചു തീർക്കുന്നതിന് നമുക്ക് പരിധിയുണ്ട്. നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വളരെ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീക്ഷയിലൂടെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ, നിങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു കാര്യമാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വെറുതെ നമ്മൾ PG ലെവലിൽ എഴുതിയ പോലെയോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ എഴുതിയ പോലെ ഒരു പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുന്ന ഒന്ന് അല്ല. ഒരുപക്ഷെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതുപോലെ അല്ല. അപ്പോൾ വ്യക്തമായിട്ട് നമ്മളൊരു സയൻറ്റിഫിക് സബ്ജക്റ്റ് എന്നുള്ള നിലയിൽ
നമ്മൾ ഹിസ്റ്ററിയെ സമീപിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, നമുക്കത് പറയാം. ഇല്ല എങ്കിൽ നമുക്ക് ഈ സെക്ഷൻ ക്ലോസ് ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ സർ, ഈ മെറ്റീരിയൽ ഗ്രൂപ്പിൽ അവൈലബിൾ ആണെന്നോ ചോദിക്കുന്നത്? മെറ്റീരിയൽ, ഓക്കെ, മെറ്റീരിയൽ നമ്മളിപ്പം നമ്മുടെ ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾക്കാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിലവിൽ അങ്ങനെയാണ് നമ്മൾ ദീക്ഷയിൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയലുകളും അപ്പം നമ്മുടെ ഹിസ്റ്ററി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും നിങ്ങൾക്ക് അവൈലബിൾ ആകും. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? സാറേ, നമ്മള് എക്സാമില് അസേഷൻ, റീസൺ ഇങ്ങനെ 2 രീതി ക്വസ്റ്റ്യൻ വരുമല്ലോ. അസേഷൻ, റീസൺ. അപ്പൊ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക? എങ്ങനെ നമ്മൾ അതെങ്ങനെ എഴുതേണ്ടത്, അതിന്റെ രീതി എങ്ങനെയാണ്? ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ, അത് അതിൽ നിന്ന് നമ്മളിൽ നിന്ന് എന്താണ് UGC പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അസേർഷൻ റീസൺ ഇതിന് ചില ഷോർട്ട് കട്ടുകളുണ്ട്. എന്നാൽ പോലും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമാണ് അതിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് രണ്ട് നമുക്ക് പരിചിതമായ കാര്യങ്ങൾ ഒന്ന് അസർഷനായിട്ടും മറ്റൊന്ന് റീസണായിട്ടും തരുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് UGC അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് ചെയ്യുന്ന രീതികളൊക്കെ ഇപ്പോൾ കുട്ടികൾ പലരും ചെയ്യുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, അതായത് ഇപ്പം അസർഷൻ എന്ന് പറയുന്നത് പൊതുവിൽ ശരിയായിരിക്കും, റീസൺ എന്ന് പറയുന്നതിന് നീളം കൂടുതലുണ്ടെങ്കിൽ അത് ശരിയാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അതൊന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുക. അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന, നമ്മളോട് ചോദ്യം ചോദിക്കുന്ന ഏത് ഭാഗമാണോ ആ ഭാഗത്തെ പറ്റി നമ്മൾ വായിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം ചില കുട്ടികൾ അത് അതേപടി കോപ്പി ചെയ്ത് വേണമെങ്കിൽ ഗൂഗിളിൽ ഇട്ടിട്ട് സെർച്ച് ചെയ്യും. പക്ഷെ ഗൂഗിളിൽ കിട്ടുന്നത് സത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് ഒതന്റിക് ആയിട്ട് ഏതെങ്കിലും ടെക്സ്റ്റിന്റെ ബേസിൽ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പലവട്ടം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു ഭാഗം, അതായത് അക്ബറിന്റെ റിലീജിയസ് പോളിസി. ഇപ്പൊ റിലീജിയസ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്തൊന്നും ഒരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗം മുഴുവൻ ക്ലിയർ ചെയ്യും, അതിലെ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പം ഇതിന് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഇല്ല അസർഷൻ റീസൺ. ഓക്കെ, ഒരു പക്ഷേ ഇപ്പം മാച്ച് ദ ഫോളോയിങ്ങിനാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് അല്ലെ, അതിനകത്ത് 2 3 എണ്ണം നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ 2 എണ്ണമെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് അതിനകത്ത് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ആൻസറിലെത്താം. പക്ഷെ അസർഷൻ റീസണിന് ചെയ്യുന്നതിന് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സബ്ജക്ട് ക്ലാരിറ്റി വരുത്തി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, ഹലോ സാറേ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഈ സിലബസ് പ്രകാരം പേപ്പർ 2-ന് ടെൻസിന്റെ മെഡീവൽ മോഡൽ, ഇതിൽ നിന്ന് ഈച്ചായിട്ട് 30 മാർക്ക് അത് എത്ര എങ്ങനെയായിരിക്കും സാർ? ഇതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും സാർ ഇത്? അതായത് മെഡീവലിന് ഇത്ര ക്വസ്റ്റ്യൻ, മോഡലിന് ഇത്ര ക്വസ്റ്റ്യൻ, ടെൻഷനിന് ഇത്ര ക്വസ്റ്റ്യൻ, പിന്നെ മെത്തഡോളജിന് ഇത്ര ക്വസ്റ്റ്യൻ, അങ്ങനെ എങ്ങനെയായിരിക്കും സാർ ഇതിന്റെ പാറ്റേൺ? അതിന്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വർഷങ്ങളിൽ
പാറ്റേൺ ചേഞ്ച് വരാറുണ്ട്. 30 മാർക്കിന്റെ വീതം ക്വസ്റ്റ്യൻസ് ആണ് ഏൻഷ്യന്റ് മിഡീവൽ മോഡേണിൽ വന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ അതായത് ഹിസ്റ്റോറിയോഗ്രാഫിൽ നിന്ന് റിസർച്ച് മെത്തഡോളജി അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചില ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. പക്ഷെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചില വർഷങ്ങളിൽ ഇപ്പം മോഡേണിൽ നിന്ന് ചിലപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാം, ചില വർഷങ്ങളിൽ ഏൻഷ്യന്റിൽ നിന്നുണ്ടാവാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഏൻഷ്യന്റിൽ നിന്നായിരിക്കുമെന്ന് കരുതി നമുക്ക് ഏൻഷ്യന്റ് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിക്കാനായിട്ട് നെറ്റ് പോലെയുള്ളൊരു എക്സാമിന് നമുക്ക് പറ്റത്തില്ല. നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ 3 അല്ലെങ്കിൽ 4 ഏറ്റവും നന്നായിട്ട് കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് സിലബസ് റിവിഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സിലബസിന്റെ പേപ്പറിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും കണ്ടന്റിന് കുറവ് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചു പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. പിന്നെ നേരത്തെയൊക്കെ നമുക്കങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ പഠിക്കാമായിരുന്നു. പക്ഷെ നേരത്തെ സ്ഥിരമായിട്ട് ഇപ്പം മിഡീവൽ ഇന്ത്യയിലായിരുന്നെങ്കിൽ മിഡീവൽ ഇന്ത്യയിൽ ഈ ലിറ്ററേച്ചറിൽ നിന്ന് ചില വർഷങ്ങളിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് മാർക്ക് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യയിലുള്ള ടേംസ് ഒക്കെ പഠിക്കാമായിരുന്നു. അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ പറയുവാണെങ്കിൽ കോൺഗ്രസ് സെക്ഷൻസ്, ഏൻഷ്യന്റ് ഇന്ത്യയിൽ പറയുവാണെങ്കിൽ രാജാക്കന്മാരുടെ ക്രോണോളജി. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. ഒരു കാര്യം കൂടി, ഈ നമ്മൾ മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ നമ്മള് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരൊക്കെ അപ്പോൾ നമുക്കപ്പോ ഒരു നെറ്റ് എഴുതാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല പലർക്കും. അപ്പോൾ നമുക്ക് പറ്റിയ 2-3 പുസ്തകങ്ങൾ, അതായത് നമുക്ക് പഠിക്കാൻ പറ്റിയ ഹിസ്റ്ററിയുടെ പുസ്തകങ്ങൾ, അതായത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടി ഡീപ്പായിട്ട്, അതായത് നമുക്ക് ഇപ്പൊ ഈ വരുന്ന ആളുകളുടെ എക്സാമുകളിലൊക്കെ തന്നെ കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ അത് ആരുടെ പുസ്തകത്തിൽ നിന്നായിരിക്കും സാർ വരുന്നതെന്ന് സാറിന് അറിയാൻ പറ്റും? യെസ്, നമ്മളത് വെബിനാറിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മളോട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതായത് ഇപ്പം ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഇപ്പം R.S. ശർമ്മയുടെ പുസ്തകം വളരെ സിമ്പിളായിട്ടുള്ളൊരു വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. അപ്പം NCERT ഒക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റും കൂടെയാണ് R.S. ശർമ്മയുടെ. അതുപോലെ തന്നെ D.N. ജായുടെ ഏൻഷ്യന്റ് ഇന്ത്യ ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റുകളൊക്കെ അത്യാവശ്യം ഒന്ന് വായിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏൻഷ്യന്റ് ഇന്ത്യ എന്താണ് എന്ന് അറിഞ്ഞിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടെക്സ്റ്റാണ്. വലിയ വിലയൊന്നും ആകുന്ന പുസ്തകങ്ങളല്ല, ഇത് ബേസിക് ടെക്സ്റ്റുകളാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല ഞാൻ പറയുന്നത്, ബേസിക് ടെക്സ്റ്റുകളാണ്. ഓക്കെ, ഇപ്പോൾ ഈ D.N. ജായുടെ പുസ്തകം മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 150 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ഓക്കെ, അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യയുടെ സതീഷ് ചന്ദ്ര ഓൾറെഡി നിറയിൽ എല്ലാവരുടെയും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ നമുക്ക് അതുപോലെ തന്നെ JL മേത്താട് മിഡീവൽ ഇന്ത്യയുണ്ട്. യെസ്, മിഡീവൽ ഇന്ത്യക്ക് വേറെ ഒത്തിരിയധികം പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഈ ബേസിക് ടെക്സ്റ്റുകൾ നമ്മൾ വായിക്കാതെ, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റ് ടെക്സ്റ്റുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ ഗൈഡുകളൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ ഗൈഡുകൾ ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബേസിക് ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകുള്ളൂ. അതിൽ മോഡേൺ ഇന്ത്യയിൽ നമുക്കറിയാം ബിപിൻ ചന്ദ്രയുടെ ടെക്സ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സുമിത് സർക്കാരിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് വില വരുന്ന ടെക്സ്റ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ഈ യൂസ്ഡ് ബുക്ക് സ്റ്റോറുകളിൽ നിന്നൊക്കെ യൂസ്ഡ് ബുക്സ് വിൽക്കുന്ന ഇഷ്ടംപോലെ സ്റ്റോറുകളുണ്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കോട്ടയത്ത്, എറണാകുളത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം
അങ്ങനെയുള്ള ടെസ്റ്റുകൾ വായിക്കുക. അത് മേടിച്ച് നമ്മുടെ കയ്യിൽ ഒരു അധ്യാപകൻ, ഒരു ഹിസ്റ്ററി അധ്യാപകനാകാൻ പോകുന്ന നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട പുസ്തകങ്ങളാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പിന്നീടാണെങ്കിലും ഒരു റെഫറൻസിന് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന പുസ്തകങ്ങളാണ്. അത് വലിയ വിലയുള്ള പുസ്തകങ്ങളല്ല. അത് മേടിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. മെത്തഡോളജിയുടെ പുസ്തകം, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, റിസർച്ച് മെത്തഡോളജി, ഹിസ്റ്റോറിയോഗ്രാഫി ഒക്കെ, അതിന്റെ പുസ്തകം ഏതാ പറ്റിയത്? ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയുടെ ഇപ്പം നിങ്ങൾക്ക് PG ലെവലിൽ പഠിച്ചിട്ടുള്ള കുറച്ചധികം ഇപ്പം മെത്തഡോളജി ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പം ഷെയ്ക്കലിയുടെ ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. അത് കൂടാതെ വേറെ 1-2 ടെക്സ്റ്റ് ബുക്കുകളും കൂടെ ഉണ്ട്. അതായത് അതിൻ്റെ പേര് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്നാലും ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ പിന്നീട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ പുസ്തകങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ അയച്ചു തരാം. തീർച്ചയായിട്ടും അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബുക്ക് സ്റ്റോളുകളിലും അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റുകളാണ്. പിന്നെ സാറേ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറില്ലേ സാറേ, പ്രീവിയസ് പഠിച്ചിട്ട് വേണോ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൈകാര്യം ചെയ്യേണ്ടത്, അതോ നമുക്ക് ഡയറക്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്? അങ്ങനെയാണ് സാറിന്റെ ഒരു അഭിപ്രായം? ഒരിക്കലും നമ്മൾ ഡയറക്റ്റ്ലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകരുത്. കാരണം അതിനകത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് നമ്മളൊരു കാര്യം ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിക്കേണ്ട നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് പോകാവൂ, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുള്ളൂ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പരീക്ഷ വരെ പഠിക്കാതിരുന്നിട്ട്, ഞാൻ ആരും കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഞാൻ കണ്ടുവരുന്നൊരു കാര്യമാണ്. പരീക്ഷ വരെ നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കും. എന്നിട്ട് അവസാനമാകുമ്പോൾ സമയം കിട്ടാതിരുന്നത് എന്നാൽ ഷോർട്ട് കട്ടാണ്. എങ്ങനെയാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പ്രാവശ്യം വരും എന്നുള്ള രീതിയിൽ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് നല്ലൊരു പ്രിപ്പറേഷന് ശേഷം മാത്രം നമ്മൾ ക്വസ്റ്റ്യനെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ലെവൽ എത്രമാത്രം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1. 2, നമ്മൾ ഇനി പഠിക്കേണ്ട ഭാഗം ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം അതല്ല എങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് മടുത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ വരികയാണെങ്കിൽ നമ്മളത് വ്യക്തമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഗൈഡൻസ് തരാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് തയ്യാറാക്കി നമ്മുടെ കയ്യിലുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ നമ്മളൊരു പോർഷൻ പഠിച്ചതിന് ശേഷം ആ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നോട്ടിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് പഠിക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റും. അതുകൊണ്ട് ആദ്യമേ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം മറ്റ് ഡൗട്ട്സുകളൊന്നും ആരും ചോദിക്കുന്നതായിട്ട് കണ്ടില്ല. കൂടുതലായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദീക്ഷയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, സമയം വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഒരിക്കലും നമുക്ക് കിട്ടുന്നൊരു ചാൻസ്, ഈ ഒരു അവസരം അടുത്തൊരു പ്രാവശ്യത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചേർന്നിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും കിട്ടുന്ന ഈ അവസരം നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പറയാനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്, ഇതുപോലെ അവസരങ്ങൾ ഉള്ളൊരു കാലഘട്ടമാണിത്.
ഇഷ്ടംപോലെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രൈവറ്റ് കോളേജിലാണേലും ഗവൺമെന്റ് കോളേജുകളിലാണേലും. ഗവൺമെന്റ് കോളേജിലേക്കുള്ള എക്സാമുകൾ ഇപ്പം ഉടനെ തന്നെ ഹിസ്റ്ററി അധ്യാപകരുടെ നടക്കാനായിട്ട് പോവുകയാണ്. ഏപ്രിൽ മാസത്തോടുകൂടി പരീക്ഷ ഉണ്ടാവും. അപ്പം ഉടൻ തന്നെ അപ്പോയിൻമെന്റ് ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് നിലവിൽ. ഇനിയാണെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതി പാസ്സാവുന്നവർക്കാണെങ്കിലും ഇഷ്ടംപോലെ സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ടേം നമ്മൾ പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ പുറകിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് എത്രയും വേഗത്തിൽ നിങ്ങൾ പഠിക്കുക, പാസ്സാകുക. കാരണം അധ്യാപകനാകുക അല്ലെങ്കിൽ ഒരു അധ്യാപിക ആകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അത് ഇത്രയും പെട്ടെന്ന് തന്നെ ആകാനായിട്ടുള്ള ശ്രമം നടത്തും. ഓക്കെ, ഇപ്പം നിലവിൽ UGC നെറ്റ് ലെക്ചർഷിപ്പിന് പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നുണ്ട്. PhD ഉള്ളവരൊക്കെ നിലവിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും UGC നെറ്റും കൂടെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷനാണ്. മുമ്പോട്ട് വരുമ്പോഴാണെങ്കിലും അത് വളരെ അത്യാവശ്യമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ നിങ്ങൾ പഠിക്കുക, ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും പെട്ടെന്ന് തന്നെ പരീക്ഷ പാസ്സാകാനായിട്ട് ശ്രമിക്കുക. അത് പ്രത്യേകമായിട്ട് ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തോന്നുന്നു നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടുള്ള സമയമായി എന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ വീണ്ടും ക്ലാസ്സിൽ കാണാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.